Okay. Okay, let's start. Good evening, one and all. പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റേറ്റിലെ ഡോക്ടർ മനോഹർലാൽ സർ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ സ്റ്റീഫൻ വർഗീസ് സർ, പോൾ പടിയാട്ടി സർ, എൻ്റെ ട്രഷറർ പോൾ പടിയാട്ടി സർ, എൻ്റെ സൈജു സെക്രട്ടറി, മറ്റ് എല്ലാ അംഗങ്ങളെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഇന്ന് 99ാമത്തെ വെബിനാറാണ്. ഈ 99ാമത്തെ വെബിനാർ എന്ന് പറയുമ്പം അതിനകത്ത് ഒരു 84 എണ്ണം ചെയ്തത് പോൾ സാറും നമ്മുടെ ജോസഫ് സാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്. ജോസഫ് സാർ പക്ഷെ ഇന്നിപ്പം ഈ വേദിയിലില്ല. സാറിനും പോൾ സാറിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് സഹായിച്ചു ഇവര്. അതുകൊണ്ട് 100ാമത്തതിലേക്ക് നമ്മൾ എത്തുകയാണ്. 100ാമത്തത് അടുത്ത ഏപ്രിൽ 2-ാം തീയതിയാണ്. അന്ന് കുറെ കൂടി ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മിക്കവാറും നമുക്ക് കിട്ടുക നമ്മുടെ അതൊന്ന് കൺഫർമേഷൻ ആവാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. മുതുകാട് സാറായിരിക്കും ഉദ്ഘാടനത്തിന് ഉണ്ടാവുക. നമ്മുടെ ടോക്കിന് ജയപ്രകാശ് സാറിന്റെ ടോക്കാണ്. അങ്ങനെ ആ ദിവസത്തേക്കും കൂടി ഞാൻ ഒന്ന് ഇൻഫോം ചെയ്യാണ് എല്ലാവരെയും. അന്നും നിറഞ്ഞു വരട്ടെ. എല്ലാവർക്കും സ്വാഗതം അന്നത്തെ ദിവസത്തേക്ക്. അപ്പൊ ഈ ഒരു വെബിനാർ സീരീസ് 100 എത്തുമ്പോ നമ്മൾ വൈവിധ്യമാർന്ന കുറേ ടോപ്പിക്കുകളിൽ നല്ല ഫ്രീ ആയിട്ടാണ് ഈ ഒരു അറിവ് പകരുന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനർമാരും കൗൺസിലർമാരും എന്ന് പറഞ്ഞാൽ അധ്യാപകരും സത്യത്തിൽ അറിവുകൾ എപ്പോഴും അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിന്റെ ഭാഗമായി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ ചുക്കാൻ പിടിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇന്നത്തെ റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രിയപ്പെട്ട പോൾ പടിയാട്ടി സാറിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാർ. പ്ലീസ്. ബഹുമാന്യ സദസ്സിന് വന്ദനം. ഇത് എത്രയോ കാലം കൊണ്ട് പറഞ്ഞ് ശീലിച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റീഫൻ സാറിന് ഒരു പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് ഉയർന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇങ്ങനെയാണ് മനുഷ്യർക്കെല്ലാം. അവര് ചെറുതായിരുന്നപ്പോൾ എന്ത് ചെയ്തോ അത് തന്നെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്ന് കാണും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് അതിൻ്റെ കെടുതിയിൽ നിന്നും അതിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും വിടുവിച്ച എൻ്റെ ഗുരുനാഥനാണ് സ്റ്റീഫൻ വർഗീസ്. എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സൈക്കോളജി ശാഖയുടെ ഉന്നതങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ട് പോയ വ്യക്തിത്വമാണ് സ്റ്റീഫൻ വർഗീസ് സാറ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇന്ന് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് പറയാനാണെങ്കിൽ അദ്ദേഹം MBAയും MSc സൈക്കോളജി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം തോന്നുന്നത് അദ്ദേഹം ICTAയിൽ നിന്ന് MTA എടുത്തിട്ടുള്ളതാണ്. മാസ്റ്റേഴ്സ് ഇൻ ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്. വളരെയധികം വർഷങ്ങളായിട്ട് പരിചയവും കൗൺസിലിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ തീവ്രമായിട്ടുള്ള പരിചയമുള്ള സ്റ്റീഫൻ സാറിൻ്റെ ഇന്ന് കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഓരോ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന് ചെവി കൊടുക്കുക. സ്റ്റീഫൻ സാർ, the dais is yours. Okay. Thank you, Paul sir. Thank you very much. President, Secretary, Treasurer, ബാക്കി എല്ലാ മാന്യ സുഹൃത്തുക്കളും അതേപോലെ സ്നേഹിതരും നമ്മളൊപ്പം പഠിച്ചവരും എല്ലാവരുമാണ്. എല്ലാവർക്കും എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ തുടങ്ങുന്നു. ഓക്കെ, തുടങ്ങിക്കോട്ടെ സാറേ. ഞാൻ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇത് എൻ്റെ ഒരു വെബ്സൈറ്റിന്റെ ഇതാണ് ഹ്യൂമൻ എലമെന്റ്സ്
.in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ്, ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, കുറച്ച് നാളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റേണൽ ജേർണി ഹബ്ബ്, നമ്മൾ എല്ലാവരും എക്സ്റ്റേണൽ നോക്കുന്നതിന് പകരം ഇന്റേണൽ പോകാൻ താല്പര്യം ഉള്ളവർ ഉടനെ തന്നെ ഇതിനകത്ത് നോക്കാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്കാണ് ഡൈനാമിക്സ് ബിഹൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷണൽ അനാലിസിസ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് ഡൈനാമിക്സ് ബിഹൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചോദ്യം ആദ്യം, വാട്ട് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫോർ എ ഹ്യൂമൻ ബീയിങ് ടു ബിക്കം സക്സസ്ഫുൾ? ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംഗിൾ മോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുകയോ ചെയ്യണമെന്നല്ല. നമുക്ക് അതിന് നമ്മൾ 3 കാര്യങ്ങളാണ് സാധാരണ പറയാറ്. 1 ഹെൽത്ത് ആണ് പറയുന്നത്, 2 വെൽത്ത് ആണ്, 3 റിലേഷൻഷിപ്പാണ്. അതല്ല ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് 3ഉം ഒരു പ്രത്യേക ടൈപ്പിൽ എല്ലാവരും ഓൾ ഓവർ ദ വേൾഡ് അംഗീകരിച്ചാണ്. ചിലർക്ക് ഇത് ഹെൽത്തിനെ കുറിച്ചായിരിക്കും താല്പര്യം, അവർ പറയും ഹെൽത്ത് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിലർ വെൽത്തിനെ കുറിച്ച് പറയും, ചിലർ പറയും ഇതൊന്നും ഉണ്ടെങ്കിലും കാര്യമില്ല, റിലേഷൻഷിപ്പ് വേണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 3 ആണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ എന്നാണ് ചോദ്യം. ഓൾ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഹെയർ സ്റ്റോൺ, അടുപ്പങ്കല്ല് പോലെ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 3ഉം കൂടി ഇരുന്നാലും മാത്രമേ കറക്റ്റായിട്ട് ഒരു പാത്രം അതുമേൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതേപോലെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ തുറന്നിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലോട്ട് മാറാൻ പറ്റും. അടച്ചുപൂട്ടിയിരുന്നാൽ പലതും ഇതായി പോകും. ഞങ്ങൾക്കും ഒരു എനർജി കിട്ടും, ട്രെയിനേഴ്സ് എന്ന നിലക്ക് അല്ലെ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലക്ക് നമുക്കൊരു ചാർജ് ആവും. പരിചയമുള്ളവർ പലരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് തുറന്നിരിക്കുക മാക്സിമം. അപ്പോൾ TA എംഫസിസ് കൊടുക്കുന്ന റിലേഷൻഷിപ്പിനാണ്. പിന്നെ ഹൗ ക്യാൻ ബി ഇംപ്രൂവ് ഇറ്റ്, എങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ടിയുടെ ഒരു കാര്യം പറയണത്, അവർ പറയുന്നത് ദ ഓൺലി വേ ടു ഇംപ്രൂവ് ഈസ് ടു ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ. റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നേരിട്ട് നമുക്ക് ആ പ്രോസസ്സിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു അവയർനെസ് വേണം ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് തന്നെ. ഒരാൾക്ക് ഹെൽത്ത് വേണമെന്ന് എപ്പോഴാണ് തോന്നുന്നത്? ഹെൽത്ത് ഇല്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് അതിനെക്കുറിച്ചൊരു ഇത് വരും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആദ്യം നമുക്കൊരു അവയർനെസ് വന്നാൽ മാത്രമേ എൻ്റെ ഹെൽത്ത് നല്ലതാണോ, എൻ്റെ വെൽത്ത് ആവശ്യത്തിനുള്ളതുണ്ടോ, ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ എനിക്ക് മര്യാദക്ക് ജീവിക്കാനായിട്ടുള്ള സാമ്പത്തികം എനിക്കുണ്ടോ, അല്ലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികമുണ്ടോ, അതല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സാമ്പത്തികം ഉണ്ടോ, അങ്ങനെയുള്ളൊരു ഒരു 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 തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു അവയർനെസ് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്കിത് മതിയാവുമോ അല്ലെങ്കിൽ ആവശ്യത്തിനുണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, മനസ്സിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഹെൽത്തിൽ പെട്ടാണ്. ഹെൽത്തിൽ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബോഡി മൈൻഡും പാർട്ട് ഓഫ് ഒരു സെയിം സിസ്റ്റമാണ്. അപ്പോൾ ഒരു കോയിന്റെ 2 വശമായിട്ട് മൈൻഡും ബോഡിയും എടുക്കും. അപ്പോൾ രണ്ടിനും വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഞാനും എന്നോട് തന്നെയും ഇൻട്രാ സൈക്കിക് എനർജി റിലേഷൻഷിപ്പ് എന്ന് പറയും. ഞാൻ എൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ്, ഞാനും മറ്റുള്ളവർ തമ്മിലും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ 2 ടൈപ്പ് റിലേഷൻഷിപ്പിലും ഞാൻ നല്ലതാണോ? തന്നെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നെഗറ്റീവ്സ് ആണോ ചിന്തിക്കുന്നത്, എനിക്ക് കിട്ടുന്ന ഇമോഷൻസ് എപ്പോഴും നെഗറ്റീവ് ആണോ, അതേപോലെ തന്നെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ, അവരെന്നെ വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഒലിഞ്ഞതാണോ അല്ലെ ഊഷ്മളമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവയർനെസ്സിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവയർനെസ്സിൽ ഹെൽത്തിനെ കുറിച്ചും വെൽത്തിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും കൊണ്ടുവരണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ് വേണ്ടത്. ഇപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് അവയർനെസ് ത്രൂ ട്രാൻസാക്ഷൻ അനാലിസിസ്, അതാണ് നമ്മൾ ആലോചിച്ചത്. ഇനി ഒരു ചെറിയ കഥയിൽ തുടങ്ങാം. സാറിന് ഈയുടെ റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ്. ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെ കഥയായിട്ട് എടുത്താൽ മതി. ഉണ്ടാക്കിയ കഥയാണ്, പലർക്കും അറിയാവുന്നത്. നെറ്റിലൊക്കെ ഒരുപാടുണ്ട്, പല രീതിയിലും പല ഭാവത്തിലും ട്രെയിനേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ടിയുടെ ഭാഷയിൽ അല്ലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇതൊന്ന് പറയാൻ വേണ്ടി ഒന്ന് പറയാം.
പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കാൻ, ഇന്റേണൽ ജേർണി ഹബ്ബാണല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് നോക്കാനും ഒരു ഇതാവും. കഥ ഇങ്ങനെയാണ്. വെള്ളപ്പൊക്കത്തിന്റെ ടൈമിൽ ഭയങ്കര വെള്ളപ്പൊക്കവും ഒഴുക്കും ജലമൊക്കെ ഒഴുകി തുടങ്ങി താഴ്ന്ന സ്ഥലത്തോട്ട് കടലിലേക്ക് ഒഴുകണ. അപ്പോൾ പല സ്ഥലത്തും ഭയങ്കര ശക്തമായ ഒഴുക്കുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. നമ്മൾ അനുഭവിച്ചതാണല്ലോ, പലരെയും ബോട്ടുകളിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും, ആദ്യത്തെ ദിവസം രാത്രി ആയപ്പോൾ തന്നെ വെള്ളം പൊങ്ങി ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാനുള്ള, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാ പറയുന്നത്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു വലിയൊരു ബ്രാഞ്ച് മറിഞ്ഞ് വീണിട്ട് ബ്രാഞ്ച് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഒരു തെറ്റില്ലാത്ത വലിയ ബ്രാഞ്ചാണ്, ഒരു ഇതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അതിനകത്ത് ചാടി കയറി, പിടിച്ച് കയറി. രണ്ടാമത് അതിനകത്തോട്ട് ഒരു തേള് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഒഴുക്കിന്റെ ശക്തിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു പിടുത്തം കിട്ടിയിട്ട് കയറി. മൂന്നാമത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണെങ്കിൽ പോലും ഒഴുക്കിന്റെ ശക്തിയിൽ പെട്ടുപോകണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു തവളയും ചാടിക്കയറി. ഒരു ദിവസം മുഴുവൻ ഒഴുകി. രണ്ടാം ദിവസം കുറച്ച് വൈകുന്നേരമായപ്പോഴത്തേക്കും ഈ തടി പോയിട്ട് ഒരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ, കുന്നതും വെള്ളം കാണാൻ പോയി തങ്ങി നിൽക്കും. തങ്ങി നിന്നപ്പോഴത്തേക്കും കുറച്ച് പിറ്റേ ദിവസം കാലത്തേക്ക് അത് നല്ലോണം വെള്ളമൊക്കെ താഴാൻ തുടങ്ങി. മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യൻ അത് ചാടി ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ 20 അടിയുള്ള വീടുകളാണ്. നമ്മുടെ വീടിനൊക്കെ 10 അടിയുള്ള സിസ്റ്റം സ്ട്രക്ചർ ആകുമ്പോഴത്തേക്കും അവിടെ കണ്ടത് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്, ഒരു ദ്വീപ് പോലെയാണ്. 20 അടി ഹൈറ്റുള്ള ഇതാണ് കണ്ടത്. പതുക്കെ തേളും ഇറങ്ങി, തവള ഇറങ്ങി. അപ്പോൾ ജീവികളൊന്നുമില്ല, വെള്ളപ്പൊക്കത്തിലുള്ള ജീവികളൊക്കെ പോയി. ആ പ്രദേശം മുഴുവൻ കാലിയായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വെറുതെ സംസാരിച്ച് ഇരിക്കുന്നതാണ്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തവള പറയും, തേളിനോട് പറയും, ഞാനൊന്ന് വെള്ളമൊക്കെ തീർന്നല്ല, ഇനിയിപ്പോൾ ഞാൻ അക്കരെ പോയി നോക്കട്ടെ, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാൻ പറയും. അപ്പോൾ തേള് പറയും, നിന്റെ ലക്ക്, നിനക്ക് നീന്താൻ അറിയാം, എനിക്കത് പറ്റൂലല്ലോ എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തവള പോകും. അവിടെ പോയിട്ട് ഇവൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് അതേ കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് പേരെയൊക്കെ കണ്ട് അവരൊക്കെ പറയും എങ്ങനെ ഓരോരുത്തർ രക്ഷപ്പെട്ടു, എങ്ങനെയായിരുന്നു, എത്ര ദിവസം നീണ്ടുന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരും. വൈകുന്നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് വൈകുന്നേരമായി, അയ്യോ നമ്മുടെ കൂട്ടുകാരൻ അവിടെ തേള് സ്കോർപ്പിയൻ അവിടെ ഉണ്ടല്ലോ, അവൻ്റെ അടുത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ തവള തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറയും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴും തവള ഇതേപോലെ ടാറ്റ പറഞ്ഞിട്ട് പോകും, തിരിച്ചു വരും. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്കോർപ്പിയന് ഭയങ്കര ആശ, എനിക്ക് ഈ അക്കരയിൽ വന്നിട്ട് ഒന്ന് പോകണല്ലോ, എന്നെ ഒന്ന് നീ സഹായിക്കുന്നു. അപ്പൊ തവള പെട്ടെന്ന് ചിരിക്കും, നിന്നെ ഞാൻ സഹായിക്കാൻ എങ്ങനെ, അല്ല നിന്റെ മുതുകത്ത് തന്നെ കയറ്റി കൊണ്ടുപോയാൽ മതി. അപ്പോൾ തവള പറയും, നിന്നെ ഞാൻ മുതുകത്ത് കയറ്റാണ്, നിന്നെ ഞാൻ കയറ്റേണ്ട താമസമുള്ളൂ, നീ എനിക്കിട്ട് കുത്തും. അപ്പോൾ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കടിയാവും, അതുകൊണ്ട് നിന്നെ എനിക്ക് എൻ്റെ മുതുകത്ത് കയറ്റാൻ പറ്റില്ലെന്ന് പറയും. അപ്പോൾ ഈ തവണ ഈ സ്കോർപ്പിയോൻ ചിരിച്ചിട്ട് പറയും, അതെന്ത് പൊട്ടത്തരോടാണ് ഈ പറഞ്ഞത്, വെറുതെ അല്ല തവളകൾക്ക് ബ്രെയിൻ ഇല്ലെന്ന് പറഞ്ഞത്, കുഞ്ഞിക്കൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള തലയാണ്, ബ്രെയിനി വെച്ചിട്ടേ ഇല്ല. ഞാൻ നിന്നെ കുത്തിക്കഴിഞ്ഞാൽ, പുഴയിൽ വെച്ച് കുത്തിക്കഴിഞ്ഞാൽ നീ ചാകും, ശരിയാണ് നീ പറയും, പക്ഷെ ഞാനും ചാകൂലേ, എനിക്ക് നീന്തൽ അറിയാൻ പാടില്ലേ എന്ന് പറയും. അപ്പോൾ തവള ആലോചിച്ചിട്ട്, ആ ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഉറപ്പല്ലേ എന്ന് ചോദിക്കും. ഉറപ്പാണ്, പിന്നെ ഞാൻ ചാകാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ ശരി, പിറ്റേ ദിവസം കാലത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് തവള വന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ബാക്കി കയറിക്കൊള്ളാൻ പറയുമ്പോൾ ഈ തേള് ഒരു കണക്കിന് ഇതിന്റെ മുതുകത്ത് കയറിയിരിക്കും. ഭയങ്കര അവയർനെസ്സിൽ ഇരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ കുത്തിപ്പോയാലോ എന്നൊരു പേടിയുണ്ട് പിന്നെ. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് പുഴയുടെ നടുക്ക് എത്താറാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു ചുഴി, അതേപോലെ എന്തോ ഒരു കറക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷ നേരത്തേക്ക് ഈ തേള് പേടിച്ചു പോയിട്ട് പെട്ടെന്ന് ഈ തവളക്കുട്ടൊരു കുത്തു കുത്തും. അപ്പൊ തവള ചോദിക്കും, നീയല്ലേ പറഞ്ഞത് നീ കുത്തിയാ ഞാൻ ചാകും, ഞാൻ ചത്താ നീ ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായിന്ന് ചോദിക്കും. എന്തായിന്ന് പറയാൻ അപ്പൊ പറയും, ഞാൻ പെട്ടെന്ന് ഒരു അവയർനെസ് ഇല്ലാണ്ട് ചെയ്തു പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണമെന്ന്. പിന്നെ എന്തായെന്നുള്ളത് വിട്ടോട്ടെ, നമുക്ക് കഥയിലേക്ക് നിന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ 2 റോളുകളിൽ ഏത് റോളാണ് നിങ്ങൾ ഓരോരുത്തരും കൂടുതലായിട്ട് കളിക്കുന്നത്? ചിലപ്പോൾ ചിലവര് തവളയുടെ റോളായിരിക്കും, ചിലപ്പോൾ തേളിന്റെ റോളായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ തേളിന്റെ റോള്, പുറത്ത് തവളയുടെ റോളായിരിക്കും, ചിലര് പുറത്ത് തേളിന്റെ റോള്, അകത്ത് തവളയുടെ റോളായിരിക്കും. ഇങ്ങനെ പല റോളുകളും മാറി മാറി ചെയ്യാറുണ്ട്. എന്നാലും മെജോറിറ്റി ഓഫ് ദ ഇൻസിഡന്റിൽ നിങ്ങൾ ഏത് റോളാണ് കളിക്കുന്നതെന്നാണ് ചോദ്യം. ഒരു ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി, വിച്ച് റോൾ ആർ യു പ്ലേയിങ് ഇൻ യുവർ ലൈഫ്, എ ഫ്രോഗ് ഓർ എ സ്കോർപ്പിയോൺ, ഇൻ ഹോം, ഇൻ സൊസൈറ്റി, ഇൻ വർക്ക് പ്ലേസ്, എക്സെട്ര. ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയണമെന്നല്ല കേട്ടോ, നമുക്ക് ചർച്ചയ്ക്ക് ഒരു വകുപ്പായി.
അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ചർച്ച ഒട്ടും ചെയ്യൂല. എന്നെ സുനിൽ സാറ് പറഞ്ഞിട്ടുണ്ട് തവളയാണ്. ആ ഫ്രോഗ്. എത്ര ശതമാനം? ഫ്രോഗ് തന്നെയാണ് മിക്കവാറും. ഓക്കെ, ഇല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലത്. എപ്പോഴെങ്കിലും ഒക്കെ സ്കോർപിയൻ ആകാറുണ്ടോ? സംടൈംസ്. ഉണ്ടോ? സംടൈംസ്. അവളക്ക് ഒരിക്കലും സ്കോർപിയോൺ ആകാൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ. ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റൂല. പിന്നെ സാധനം സഹിക്കാണ്ട് വയ്യാണ്ട് സഹിക്കാൻ പറ്റാതാവുമ്പോ സ്കോർപ്പിയോണോ? ആ അതാ പറഞ്ഞ, സഹിക്ക വയ്യാണ്ടാവുമ്പോഴത്തെ സ്കോർപിയൻ ആവും. വെട്ടിയും പടക്കെ എടുത്തിട്ട് പോയാലും സ്കോർപിയൻ ആവല്ല, ഇല്ലേ? അങ്ങനത്തെ സ്കോർപിയോനസിന് നമ്മൾ വായിക്കാറില്ലേ പേപ്പറിലൊക്കെ? എന്തൊരു ഡിവോഴ്സ് നടക്കണ. അത്രയും നാളും ഭർത്താവ് വിചാരിക്കും ഇവള് എന്നെ ഇട്ടിട്ട് എങ്ങും പോകൂല, എപ്പോ നോക്കിയാലും സ്കോർപിയനായി കളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് ഇവള് തിരിച്ച് അവളുടെ പേട്ടിയും ബാഗും ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അന്നേരം വരെ അനുഭവിക്കാത്തൊരവസ്ഥയിലോട്ട് ഈ സ്കോർപിയൻ തവളയായിട്ട് മാറും, കുത്തുകൊണ്ട തവളയായിട്ട് മാറും, ഇല്ലേ? വായിക്കുന്നില്ലേ നമ്മൾ കോടതികളിലും അല്ലെങ്കിൽ പേപ്പറുകളിലൊക്കെല്ലാം, ഇല്ലേ മാഡം? തീർച്ചയായും. അതുകൊണ്ട് പക്ഷെ നമ്മൾ പെട്ടിയും കിടക്ക എടുത്തോണ്ടങ്ങ് പോയാൽ പോകുന്നതല്ലേ ഉള്ളൂ, കുത്തുന്നില്ലല്ലോ. ആ കുത്ത് ഭയങ്കര കുത്തല്ലേ, മാരകമായ കുത്താണത്. അപ്പൊ പോകുകയല്ലെന്നുള്ള ധൈര്യത്തിലാണ് ഈ കുത്തുന്നത് അല്ലേ? ആ അത് തന്നെ, പോകൂല്ല. ഇത് നമ്മളുടെ അടിമയാണ്, എന്നും കൊന്നും ഇങ്ങനെ കിടന്നോളും. നിങ്ങളൊക്കെ സൈക്കോളജി പഠിക്കുന്ന ആൾക്കാര്, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്. അവര് സ്വന്തം ജീവിതത്തിൽ, ആണായാലും പെണ്ണായാലോട്ടെ, ഞാനിപ്പോ പെണ്ണുകാണെന്നൊന്നുമല്ല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പട്ടീനെ കാണുന്നപോലെ കാണുള്ളവര് നമ്മുടെ അടുത്ത്. എന്തെങ്കിലും ഒരിക്കൽ പോകുന്നു തോന്നിയാലും മാത്രമേ അവർ സ്വഭാവം മാറ്റുള്ളൂ. അതിന്റെ സൊല്യൂഷൻ പറഞ്ഞതാ. അപ്പൊ ഈ രണ്ട് രീതിയിലുണ്ട്. നമ്മൾ നോക്കിക്കുക, നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക, നമ്മൾ ഏത് രീതിയിലാണ് മെജോറിറ്റി ഓഫ് ദ ടൈം. ഈ മാറിയും കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലര് സ്കോർപിയൻ ആവും, ചിലര് തേളാവും, തവളയാവും. ചിലപ്പോ ചില സീറ്റിൽ വീട്ടിൽ ചിലപ്പോ ഭയങ്കര പുലി എലി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മള്, അതേപോലെ വരാറുണ്ട്. അപ്പൊ ഒന്ന് ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങണം, നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അവയർനെസ് എന്തിനാണ് വേണ്ടത്? അവയർനെസ് എന്തിനെ കുറിച്ചാണ് വേണ്ടത് നമുക്ക്? അബൌട്ട് വാട്ട്? ആദ്യം നമുക്ക് അവയർനെസ് വേണ്ടത് സെൽഫ് അവയർനെസ് ആണ് വേണ്ടത്. സെൽഫ്, എന്നെ കുറിച്ചൊരു അവയർനെസ്, ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ചല്ല, നല്ല വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് വേണം. സാധാരണ നമുക്ക് അവയർനെസ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത്. ഒരു രണ്ട് ടൈപ്പ് പെരുമാറ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ സ്വഭാവം, അതായത് നമ്മൾ പറയുന്ന തനിസ്വരൂപം. ചിലരൊക്കെ പറയാറില്ലേ, എന്റെ തനിസ്വരൂപം നിനക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ തനിസ്വരൂപം, വീട്ടിൽ ചെയ്യുന്ന തനിസ്വരൂപം. അപ്പൊ അതെന്ന് വെച്ചാൽ തനിസ്വരൂപങ്ങൾ കംപ്ലീറ്റ് എപ്പോഴും ഡൈനാമിക്സ് എപ്പോഴും കൂടുതൽ നടക്കുന്നത് വീട്ടിലാണ്. തനിസ്വരൂപങ്ങളൊക്കെ പുറത്തു വരും അറിയാതെ. പിന്നെ ഒരെണ്ണം ഒരു ഫോഴ്സ്ഡ് സിറ്റുവേഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് സർക്കംസ്റ്റാൻസസ്. അതായത് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നിങ്ങൾ ഒരു കേസ് നിങ്ങൾക്കെതിരെ വന്നിട്ട് നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് എന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല ഒരാളാണ്, ഇത്രയും നാളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതാണ്, പക്ഷെ എനിക്ക് കുറെ വാല്യൂസ് ഉണ്ട്, എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കുറ്റം പറഞ്ഞാൽ ഞാൻ ആരായാലും അവരെ നോക്കി രണ്ട് ചീത്ത ഞാൻ തിരിച്ചു പറയും. ഇതെന്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഒരു പാറ്റേൺ ആണെന്ന് വിചാരിച്ചോ. പക്ഷെ ഈ പോലീസുകാരൻ വിളിച്ചിട്ട് നിങ്ങളെ പ്രതിയായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് അയാൾ വന്ന വഴി SI വന്ന വഴി തന്നെ എന്താടാന്ന് ചോദിച്ച് ഇരിക്കുന്നതിന് മുമ്പ് ഒരു അടിയും തന്ന് കുറെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മക്കും മുത്തച്ഛനും മുത്തിയമ്മക്കും ഒക്കെ ചീത്തയും പറഞ്ഞു. ചീത്ത എന്ന് പറഞ്ഞാൽ തെറി പറഞ്ഞു, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറയൂ? അന്നേരം പറയോ? SIയെ പറയാൻ പേടി വരും. കാരണം എന്താന്ന് വെച്ചാൽ വീണ്ടും കേസായാലും. അതെ, പേടിയാവും. അതുകൊണ്ട് നമ്മൾ പറയില്ല. അത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് വ്യക്തമായിട്ടൊരു അവയർനെസ് ഉണ്ട്, ഇത് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. ട്രാൻസാക്ഷണൽ അനാലിസിസ് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ട്രാൻസാക്ഷണൽ അനാലിസിസ് പറഞ്ഞ ഫോഴ്സ്ഫുൾ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവയർനെസ് പേടിയില്ലാതെ നിങ്ങൾക്ക് ഇതേ കണ്ടീഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. അപ്പൊ അതിന് വേണ്ടത് നിങ്ങൾക്ക് ആദ്യം അവയർനെസ് അബൌട്ട് യുവർസെൽഫ്, പിന്നെ രണ്ടാമത് മറ്റുള്ളവരെ കുറിച്ച് വേണം, മൂന്നാമത് സിറ്റുവേഷനെ കുറിച്ച് വേണം. മറ്റുള്ളവരുടെ അവയർനെസ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു അവയർനെസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി വി ആർ നോട്ട് അവെയർ ഓഫ് അവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. ഈ നമ്മളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, അവയർനെസ് കൊണ്ടുവരേണ്ട മൂന്നേ കാര്യങ്ങളുള്ളൂ. ജീവിതത്തിൽ
നമ്മളൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് വേണം എന്ന് വിചാരിക്കുന്നവർക്ക് ആകെ നോക്കേണ്ട മൂന്നേ കാര്യമുള്ളൂ. അത് തോട്ട്സ്, ഫീലിങ്സും ബിഹേവിയറാണ്. ഇത് മൂന്നും പഠിച്ചാൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആയി. വേറെ ഒന്നുമില്ല. സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണെന്നാ ഇത്ര വലിയ പഠിച്ചാലും തീരുമില്ലെന്ന് ഒന്നും വേക്കണ്ട. ഈ 3 കാര്യം പഠിച്ചാൽ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയി. അത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചാൽ നിങ്ങളൊരു സൈക്കോ തെറാപ്പിസ്റ്റും ആയി. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഇത് രണ്ടും. അപ്പോ തോട്ട്സ്, ഫീലിങ്സും ബിഹേവിയറും ആദ്യം നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് മൂന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഒരു 100 ഐറ്റം ആണ് മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 ഐറ്റമാണ് നമ്മൾ ചെയ്യാതെ ബാക്കി എല്ലാത്തിൻ്റെയും പുറകെ നടക്കും. നമ്മളുടെ സൗന്ദര്യത്തിന്റെ പുറകെ നടക്കും, നമ്മൾ സമ്പാദ്യത്തിന്റെ പുറകെ നടക്കും. നമുക്ക് ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. ഈവൻ നമ്മളുടെ വെൽത്ത് പോലും നമ്മുടെ കയ്യിൽ. ഒരു പനി വന്ന കർണന്മാർ പറഞ്ഞല്ലേ, ഒരു പനിക്കുള്ളതൊന്നും ഇല്ലടാ, നീ ഉണ്ടാക്കി കൂടണമെന്ന് പറഞ്ഞ. അപ്പൊ പലപ്പോഴും നമുക്ക് ഇതൊന്നും കയ്യില്ല. പക്ഷെ എൻ്റെ ചിന്തകളെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ പെരുമാറ്റത്തെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു വിന്നറായി. അവിടെയാണ് എൻ്റെ വിജയം വരേണ്ടത്. പക്ഷെ ഇത് മൂന്നും നമുക്ക് ലാവിഷായിട്ട് കിട്ടിയായിരുന്ന ഇതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പാടില്ലെന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾക്ക് ഇത്ര നാൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല, അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പുറത്തെവിടെയെങ്കിലും പോയി പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പറയുമ്പോഴാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ട് ഒരു മതത്തിനെ പറ്റി പറഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രവാചകനെ പറ്റി പറഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് അതൊന്നുമില്ല. ഏതെപ്പറ്റി എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്ക് പറയാം, നമ്മൾ വിശ്വാസങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ എന്തോരം ഫ്രീഡം ഉള്ള ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളതെന്ന് നോക്കി. അതുപോലും ഇല്ലാണ്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ എൻ്റെ ചിന്തകളെ കുറിച്ച്, എനിക്ക് എൻ്റെ ഫീലിങ്സിനെ കുറിച്ച്, എൻ്റെ ബിഹേവിയറിനെ കുറിച്ച്, ഈ മൂന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ചിന്തകൾ എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം ഉള്ളിലേക്ക്. എന്താണ് ഇപ്പൊ നടക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മുടെ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാണെങ്കിൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നതും മോഡിജിയും സംസ്ഥാനം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനും ആണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഭൂരിപക്ഷം കൊണ്ടാണ്. അതേപോലെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. മെജോറിറ്റി ഗവേൺസ് എന്നാണ് ആ റൂളിന്റെ പേര് തന്നെ. എൻ്റെ മനസ്സിൽ നെഗറ്റീവ്സ് ആണ് കൂടുതലുള്ളതെങ്കിൽ എൻ്റെ മനസ്സ് ഞാനൊരു നെഗറ്റീവ് കൂടുതലുള്ള ആളായി മാറ്റിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഉണ്ടായി. അപ്പോൾ എങ്ങനെയാണോ നെഗറ്റീവ്സ് ഉള്ളത് അത് മാറ്റി മാറ്റി പോസിറ്റീവ് കൊണ്ടുവരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉള്ളിലോട്ട് കയറി പോകണം. ഒരു ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിൽ പോവുക. എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മൊബൈലിന്റെ ഒക്കെ സൗകര്യമുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടിട്ട് മൊബൈലിൽ അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ അടിക്കുമ്പോൾ ഉടനെ നോക്കുക എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ, എന്താണ് ഞാൻ എന്താണ് അറ്റ് പ്രസന്റ് വാട്ട് ഇമോഷൻ ഐ ആം ഗോയിങ് ത്രൂ. ഒരു ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ സാഡ് ആണോ, അല്ലെങ്കിൽ ദേഷ്യമാണോ, അല്ലെങ്കിൽ പേടിയാണോ, എന്താണെന്ന് നോക്കുക. അതനുസരിച്ച് നമ്മളൊന്ന് മാറാൻ പറ്റണം. അപ്പോൾ ഇത് മൂന്നുമാണ്. പക്ഷെ റെസ്റ്റ് ഓഫ് ദ തിങ്സിന്റെ പുറകെയാണ് നമ്മൾ നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ സൗന്ദര്യത്തിന്റെ പുറകെ, സമ്പാദ്യത്തിന്റെ പുറകെയും എല്ലാത്തിന്റെയും പുറകെ നമ്മൾ നടക്കും. പക്ഷെ നമുക്ക് ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലില്ല. അതാണ് ഏറ്റവും വലിയ. ബട്ട് വി ആർ ആഫ്റ്റർ ഇറ്റ്. അബൌട്ട് അതേഴ്സ് ആൻഡ് സിറ്റുവേഷൻ. അബൌട്ട് അതേഴ്സ് എന്താ, അവരുടെ എന്താണ് ആവശ്യങ്ങൾ എന്നറിയുക, അവരുടെ ഡിമാൻഡ് എന്താണെന്ന് അറിയുക, അവരുടെ നീഡ് എന്താണെന്ന് അറിയുക, അവരുടെ വാണ്ട്സ് എന്താണെന്ന് അറിയുക, അവരുടെ വിഷ് ഡിസയർ ഒക്കെ അറിയുക. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ബിഹേവിയറിൽ കൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ടിഎൽ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യമാണ് തോട്ട്സും ഫീലിങ്സും മാനിഫെസ്റ്റ് ഇൻ ടു ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ടിയുടെ ഭാഷയിൽ തോട്ട്സും ഫീലിങ്സും ആണ്. അതിൻ്റെ കൂടെ അതിന് പറ്റിയ ഒരു ബിഹേവിയറും ഉണ്ട്. സാധാരണ സൈക്കോളജിയിൽ ഉള്ളിൽ നടക്കുന്ന മനസ്സിൽ തോട്ട്സും ഫീലിങ്സും മാത്രമാണ്, പുറത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ബിഹേവിയർ. ടിഎൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ മൂന്നും കൂടി. മറ്റേതിലെല്ലാം തോട്ട്സും ഫീലിങ്സും മനസ്സിൻ്റെയാണ്, ബിഹേവിയർ പുറത്തുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മളിത് മൂന്നും കൂടിയാണ് ടിഎൽ പഠിക്കുന്നത്. അപ്പൊ തോട്ട്സും ഫീലിങ്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയർ കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നമ്പർ കൊടുക്കണമെന്ന് വിചാരിച്ചോ, ഒരു 3 തോട്ട്സിനും 2 ബിഹേവിയറും കൊടുത്താൽ, അല്ല 2 ഇമോഷനും കൊടുത്താൽ അതിന്റെ ബിഹേവിയർ 3 × 2 6 ആയിരിക്കണം. ഉദാഹരണം കേട്ടോ, സിംപ്ലി ഒരു നമ്പർ കൊടുക്കണതാണ്. അങ്ങനെ പറഞ്ഞേക്കല്ലേ 3 × 2 6. അതേപോലെ തന്നെ നമ്മളുടെ ബിഹേവിയർ മാറിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ മാറും. ഒരു 12 ബിഹേവിയർ ആണ് കാണിക്കുന്നത് ഞാൻ. എൻ്റെ സ്വഭാവം 12 ആണെങ്കിൽ 4 × 3 2 × 6 ആയിരിക്കും ഇപ്പുറത്ത് നടക്കുക. എൻ്റെ ചിന്തകളും വികാരങ്ങളും അങ്ങനെ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? അല്ല, വിഷമിച്ചിരിക്കുന്ന സ്വഭാവത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കും? സാധാരണ വിഷമിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ ചിന്ത പോകുന്നത്, അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് ആർക്കും ഇഷ്ടമില്ല. ഇത്രയും പ്രാവശ്യം നമ്മൾ ഈ സങ്കടമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കണം.
അല്ല ചിലർ പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തിന് ചെയ്തിട്ട് എന്നെ ആരും ഒന്നും മനസ്സിലാക്കണില്ല, തോന്നാറില്ലേ പലപ്പോഴും? അപ്പോൾ ഇത് നോക്കണം. രണ്ടാമത് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ചിന്തകൾ ഇത് നോക്കണം. ബിഹേവിയർ പഠിച്ചിട്ട് ഉള്ളിലോട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ദേഷ്യപ്പെടുന്ന ഒരാളുടെ ഉള്ളിലുള്ള ചിന്തകൾ അറിയാൻ പറ്റും, പേടിച്ചിരിക്കുന്ന ആളുടെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുടെ എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ സിറ്റുവേഷനും നമ്മൾ അവയർനെസ് കൊണ്ടിരുന്നാം. മുമ്പ്, അതായത് കുട്ടിക്കാലം തൊട്ട് ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കണ വരെയുള്ള ഒരു പ്രായം വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. അന്നേരം വരെയുള്ള എൻ്റെ സിറ്റുവേഷൻ മാറി കല്യാണം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ, അത് ഭയങ്കര ഒരു ചേഞ്ചാണ്. പലപ്പോഴും പല സ്റ്റേജിലും സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിഗംഭീരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. പഠിക്കുന്ന സമയത്ത് പഠിത്തം ഒരു പ്രശ്നമായിരുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലി കിട്ടുന്ന ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടിയില്ല, നല്ല സാലറി ഉള്ളത് കിട്ടിയില്ല, ഗവൺമെന്റ് കിട്ടിയില്ല, പ്രൈവറ്റ് ആണ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ കല്യാണ കാര്യം നടക്കണില്ല, കല്യാണം നല്ല പെണ്ണിനെ കിട്ടണില്ല, നല്ല ചെക്കനെ കിട്ടണില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തവണയും നമ്മൾ ഒരു 10 കൊല്ലം മുമ്പുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പുള്ള സിറ്റുവേഷൻ അതൊക്കെ എടുക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇന്നതൊരു പ്രശ്നമല്ലാട്ടിരിക്കുക. ഇന്ന് വേറെ ആയിരിക്കും പ്രശ്നം. ഇന്ന് നമ്മൾ ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന പ്രശ്നം ഇനി ഒരു 5 കൊല്ലം ഒരു പ്രശ്നമല്ലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സിറ്റുവേഷൻ ഇത്രയും നാളും ജീവിച്ച ചിലവരൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, സാറേ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു, കലാതിലൊക്കെ വരുന്ന അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, കല്യാണം കഴിച്ചോടുകൂടി എല്ലാം പ്രശ്നമാണ്. അപ്പൊ ചെക്കൻ്റെ പേരിലാണ് കുറ്റം പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പെണ്ണിന്റെ പേരിലാണ് പ്രശ്നം. ഇത് രണ്ടുമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള ചില വിത്തുകളൊക്കെ മുട്ടകളൊക്കെ പണ്ട് കാലത്ത് കാരണന്മാര് ഈ മത്തയും കുമ്പളങ്ങയൊക്കെ ഉത്തരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി വെക്കും. അത് കൊണ്ടുപോയിട്ട് വെറുതെ അവിടെ ഇരുന്ന് മുളക്കൂല. അത് ആ സമയം ആകുമ്പോഴത്തേക്കും പാടത്ത് കൊണ്ടുപോയി പാടം ഒന്ന് ഉഴുതി മറിച്ച് വെള്ളവും വളവും ഒക്കെ ഇട്ടിട്ട് ഈ വിത്ത് ഇട്ട് കൊടുത്ത തന്നെ മുളച്ചു വന്നോളൂ. ഈ വെള്ളവും വളവും വളം ഇട്ട് കൊടുത്തിട്ട് ശരിയാക്കുന്ന അതുപോലെയാണ് കല്യാണം. ആ ടൈമിലാവുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരാന്ന് പറയും. അന്നേരം വരെ ഭയങ്കര ഫ്രീഡമായിട്ട് ആരോടും ഒന്നും പറയാണ്ട് നടന്നിരുന്ന നമുക്ക് ഒരുപാട് ഒബ്ലിഗേഷൻ, രണ്ടുപേർക്കും അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അവളെ നോക്കാൻ പാടില്ല, അവനെ നോക്കാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല, എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണില്ല, പലതും വരും. അപ്പോഴാണ് ഈ വിത്തുകളൊക്കെ മുട്ടി മുളക്കണമെന്ന് തുടങ്ങണം. എന്നിട്ട് പ്രശ്നം ആരുടെയാണ്? മറ്റുള്ളവർ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ എന്ന് തുടങ്ങണോ അന്നേ നമുക്ക് മാറ്റം വരാൻ പറ്റും. മറ്റുള്ളവരെ കൊണ്ട് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടിയ പറയുന്ന വളരെ കാര്യമാണ്, ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. കണ്ണല്ല ഞാൻ. എന്ത് ഇവിടെ പറയുന്ന കാര്യങ്ങളും എന്നിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ, എനിക്കത് അങ്ങനെ ബാധകമാകുന്നുണ്ടോ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണം. അതുകൊണ്ടാണ് ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ്, അവതേഴ്സ് ആൻഡ് ഇത് സിറ്റുവേഷൻ. അവയർനെസ് ഇല്ലെങ്കിൽ ദർ വിൽ ബി എ പാറ്റേൺ ഇൻ അവർ ബിഹേവിയർ. ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ഇത് ചെയ്തത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് മാറ്റം ചെയ്യണമെന്നുള്ള തോന്നൽ അറിയില്ല. ഒരു കുട്ടീനെ വിളിക്കണത് പോലും എല്ലാ ദിവസവും അതേപോലെ തന്നെ പോയി വിളിക്കും, അവനോട് കിടന്നിട്ട് എന്ന് പറയും, രണ്ടാമത് പോയി ഒച്ചയുണ്ടാക്കി വിളിക്കും, അപ്പോഴും കിടക്കാൻ പറയും. അവസാനം എന്തെങ്കിലും പറഞ്ഞിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ചാടി ചെയ്യുന്നത്. ഇത് ഒരു ദിവസം 2 ദിവസം അല്ല, എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും. അല്ല അവസാനം 2 അടി കൊടുക്കുമ്പോഴായിരിക്കും ചാടി ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഐൻസ്റ്റീൻ പറയുന്ന ഒരു ഫേമസ് കോട്ട് ഉണ്ട് ഐൻസ്റ്റീൻ്റെ, ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഭ്രാന്തിനാണ് പറയുന്നത്. ഇൻസാനിറ്റിക്ക് പറയുന്നത് ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തിട്ട് അത് തന്നെ വീണ്ടും ഒരു കാര്യം ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടി, വീണ്ടും ആ കാര്യം ചെയ്തിട്ട് വേറൊരു റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അത് ഭ്രാന്ത് എന്ന് പറയാം. ഇപ്പൊ എ എന്നൊരു വർക്ക് ചെയ്തു, എനിക്ക് ഇസഡ് എന്നുള്ളൊരു റിസൾട്ട് കിട്ടി. എനിക്ക് വേണ്ടത് എക്സ് ആണ്, പക്ഷെ ഞാൻ ചെയ്യുന്നത് എ തന്നെ. എ ചെയ്തു, ഇസഡ് കിട്ടി. പിന്നെയും എ ചെയ്തു, എക്സ്പെക്ടിങ് ദാറ്റ് എക്സ് വിൽ കം. നോ, എ ചെയ്തു, ഇസഡ് കിട്ടി. എ ചെയ്തു, പിന്നെയും ചെയ്യുന്നതിന് ഭ്രാന്താണ്. ഇവര് ശാസ്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചാണ് ഇത്. പരീക്ഷണങ്ങൾക്ക് ഓരോ തവണ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ മാറ്റി ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് തോമസ് ആൽവ എഡിസനൊക്കെ 1000 തവണ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതല്ല മെത്തേഡ്, വേറെ ചെയ്യണം. പക്ഷെ നമ്മൾ ഇതേപോലെ സാധാരണക്കാരെ പോയിട്ടുള്ള ആൾക്കാർ ഈ അവയർനെസ് പോലും നമുക്കില്ല ബിഹേവിയറിന്റെ കാര്യത്തിൽ. എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, ഇന്നലെ ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര കൊല്ലുവഴി, 10-20 കൊല്ലുവഴി കല്യാണം കഴിച്ച് വന്ന അന്നോട്ട് നിന്നോട് ഞാൻ പറഞ്ഞാണ്, മാറിയില്ല. അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും, 1 ഇഞ്ച് മാറിയിട്ടുണ്ടാവില്ല അങ്ങോട്ടും പറയും. എന്നിട്ടും പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഈ കോട്ടൊന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി.
ഒരു കാര്യം ചെയ്തിട്ട് ഇത് തന്നെ ഇരുന്നിട്ട് വേറെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞ ഇൻസാനിറ്റിയാണ്. നമ്മളിൽ എത്ര പേര് അങ്ങനെ ആ സെയിം സാധനം ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. ഇതാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ഞാൻ പറഞ്ഞു. ഇതാണ് രണ്ട് കമ്മ്യൂണിക്കേഷൻ നന്നാക്കാനായിട്ട് ഒരു മെത്തേഡ് ഈ ഒരു പോയിന്റ് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നവര്, രണ്ട് നമ്പർ ഓഫ് ഫാമിലിയിലെ നമ്പർ ട്രീയിൽ എത്രാമത്തെ ആളാണെന്നുള്ളത്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് പറയും, എങ്ങനെയാണ് ചെറുപ്പത്തിൽ ജനിച്ചു വന്നത്, വീട്ടിലെ കുടുംബപരമായ രാഷ്ട്രീയ പശ്ചാത്തലം, രണ്ട് വീടുകളും രണ്ടാണെങ്കിൽ അതിനേക്കാളും ഇതുണ്ടാവും. ഒരെണ്ണമാണെങ്കിൽ പോലും ഡിഫറെന്റ് ഏരിയയിലുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. മതത്തിന്റെ പ്രശ്നം, ഡിസ്ട്രിക്റ്റിന്റെ പ്രശ്നം, ഭാഷയുടെ പ്രശ്നം, രണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലല്ലേ മല്ലൂസ് എല്ലാം പോകുന്നത്. ഡിസ്ട്രിക്ട് വൈസ്, സ്റ്റേറ്റ് വൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബേസ്, പലരും പല രീതിയിലാണ് നടക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ നമ്മൾ ഇങ്ങനെയൊക്കെ ജനിച്ചു വരുമ്പോൾ സാമ്പത്തിക വ്യത്യാസം, എക്കണോമിക്കൽ സ്റ്റാറ്റസിന്റെ വ്യത്യാസം, ഇതെല്ലാം കൊണ്ടും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. 6x3 18 പറഞ്ഞിട്ട് ആ 18 തന്നെ ഈ 6x3 കൊണ്ട് കിട്ടിയാലേ 18 കിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണ്ട. 18 വേറെ നമുക്ക് 9x2 18 കിട്ടാം. ആൻസർ ശരിയായി കിട്ടിയാൽ പോരെ, സൊല്യൂഷൻ പ്രോബ്ലം കിട്ടിയാൽ, പ്രോബ്ലം സോൾവ് ചെയ്ത് സൊല്യൂഷൻ ആയാൽ പോരെ. അപ്പൊ അതൊരു കാര്യം മനസ്സിലാക്കണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, പക്ഷെ അത് കോൺഫ്ലിക്റ്റിലോട്ട് നടത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാല് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് തമ്മിലാണ്, രണ്ട് ശരികൾ തമ്മിലാണ് കോൺഫ്ലിക്റ്റ്. ഒരു തെറ്റും ശരിയും തമ്മിലല്ല, അല്ല ഒരു തെറ്റുന്നതായിട്ടും വരാനില്ല. ഒരു തെറ്റും അല്ലെങ്കിൽ രണ്ട് ശരികൾ തമ്മിലാണ് കോൺഫ്ലിക്റ്റ്. വഴക്ക് എന്ന് പറയുന്നത് രണ്ട് കോൺഫ്ലിക്റ്റ് തമ്മിലാണ്, അല്ലെങ്കിൽ രണ്ട് ശരികൾ തമ്മിലാണ്. എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും, രണ്ട് ശരികൾ തമ്മിലാണ് വഴക്ക് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ തവണ നടന്ന വഴക്ക് ഇപ്പൊ തന്നെ നടന്ന ആലോചിക്കണമെന്നില്ല കേട്ടോ, കുറച്ച് മുമ്പ് നടന്നതെല്ലാം ആലോചിച്ചാൽ മതി. ആ സമയത്ത് നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങൾ ചെയ്ത സംഗതി ശരിയായിരുന്നോ ഇല്ലെന്നാണ് ചോദ്യം. ജസ്റ്റ് ഒരു തിങ്കിങ് ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി. ലാസ്റ്റ് നടന്ന വഴക്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അനിയത്തിയായിട്ടോ അനിയനായിട്ടോ ചേട്ടനായിട്ടോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ ഓഫീസിലായിക്കോട്ടെ, വഴക്ക് നടന്നപ്പോഴത്തേക്കും ആ സമയത്ത് നിങ്ങൾ പെരുമാറിയിരുന്നത് 100% ശരിയായിരുന്നില്ലേ എന്നാണ് ചോദ്യം. സാധാരണ മറുപടി കിട്ടാറ് ശരിയായി എന്നുള്ളതാണ്. ആ സമയത്ത് അത് കഴിഞ്ഞ് ചിലപ്പോൾ തോന്നും, അങ്ങനെ വേണ്ടായിരുന്നു, അത്ര കഠിനമായിട്ട് പറയണ്ടായിരുന്നു, ആ വാക്കുകൾ ഉപയോഗിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് തോന്നും. പക്ഷെ ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയതുകൊണ്ടാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോണത് നമ്മളോട് വഴക്കിട്ട ആൾക്കാരെ കൂടി ഈ ക്ലാസ്സിലേക്ക് വരുത്തണേ. എന്നിട്ട് സെയിം ചോദ്യം ഞാൻ ചോദിക്കും. എന്തെന്ന്, കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്തത് വഴക്കിട്ടപ്പോൾ ഉണ്ടായ പെരുമാറ്റം 100% ശരിയിലാണോ ചെയ്തത്? അവരെന്ത് പറയും? നിങ്ങളും എന്ത് പറയും? എല്ലാവരും ഒരേ അഭിപ്രായം പറയും, ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു. പിന്നെ എങ്ങനെ വഴക്ക് വന്ന്? അതാണ് പറയണത്, എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും തമ്മിലാണ് വഴക്കുണ്ടാവുന്നത്. രണ്ട് തെറ്റല്ല, രണ്ടുപേർക്കും ശരികളുണ്ട്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ കൂടുതൽ വാട്സപ്പിലൊക്കെ വന്ന ഒരു മെസ്സേജ് ഉണ്ട്, 6ഉം 9. ഞാൻ ഇവിടുന്ന് 6 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അതിന്റെ പിക്ചർ. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ഞാനൊരു 6 എഴുതിയിട്ട് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അത് 9ആണ്. 6 എഴുതിയാൽ 9ആയിട്ട് നിങ്ങൾ വരും. വ്യത്യാസം ഒരിക്കലും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് 6ആണെന്ന് മനസ്സിലാകില്ല. അപ്പൊ എന്നോട് ആരെങ്കിലും വന്നിട്ട് പറയും, സാറേ നിങ്ങൾ 9 കണ്ടിട്ട് എന്നോട് പറഞ്ഞാണ് ഇത് 6 9 സാറേ 6അല്ല 9ആണ്, ഞങ്ങൾ ഇത് എവിടെയൊക്കെ ഉപയോഗിച്ചേക്കണമെന്ന് അറിയാമോ? അപ്പൊ ഞാനെന്താ പറയാ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഇത്രയും നാളായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പല സ്ഥലത്തും ഇത് ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ളതാണ്, കറക്റ്റാണെന്ന് എനിക്കറിയാം, ഇത് നിങ്ങൾ പറയില്ലെന്ന്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ പറയും. പിന്നെ ഞാൻ എൻ്റെ ആൾക്കാരെ കൂട്ടും, നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ കൂട്ടും. ചെറിയൊരു കാര്യമാണ്, മാറി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പകരം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനൊന്ന് മാറി നിങ്ങളുടെ അവിടെ നിന്ന് നോക്കാൻ ശ്രമിച്ചാൽ, അതൊന്ന് കാണാൻ പറ്റിയാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞു. എൻ്റെ 6 ശരിയാണെന്ന് വെച്ച് നിങ്ങളുടെ 9 തെറ്റാകണമെന്നില്ല എന്നാണ് അർത്ഥം. അതായത് ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണെന്ന് വെച്ച് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാകണമെന്നില്ല. രണ്ടിനും ശരിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ വഴക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുക,
വഴക്കുണ്ടാവാണ്ട് പോകണ്ട, മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷനിലേക്ക് നീങ്ങണം. അതിന് നമുക്ക് ഒരേ ഒരു മെത്തേഡുകളിൽ അത് നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക എന്നുള്ളത്. കോൺഫ്ലിക്ട്സ് ആർ ഓൾവേസ് ബിറ്റ്വീൻ ടു റൈറ്റ്സ്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇത് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്താലും മതി, ഇന്നത്തെ ക്ലാസ് പുറത്താവും. ഇത് മാത്രം, രണ്ട് ശരികൾ തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമാണ് വഴക്കിലേക്ക് നയിക്കുക എന്നുള്ളത്. ഇനി ഈ വഴക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വഴക്കിലേക്ക് പോകാതെ നമുക്കൊരു കൺസെൻസസ് കൊണ്ടുവരണമെന്ന് പറയണം. അതായത് ഇരിക്കി സംസാരിക്കാം. ടിയുടെ ഭാഷയിൽ പറയും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും വഴക്കുണ്ടാവണമെങ്കിൽ, വഴക്കിലോട്ട് പോകണമെങ്കിൽ ഒരു കോൺട്രാക്ട് ആദ്യമേ വെച്ചേക്കാം. നമ്മൾ ഇരുന്ന് സമാധാനപൂർവ്വമായിട്ട് സംസാരിക്കും. കമ്മ്യൂണിക്കേഷന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്നു പറയുക. അതേപോലെ തന്നെ വെർബലൈസ് യുവർ ഇമോഷൻ. സാധാരണ ആണുങ്ങൾക്ക് സങ്കടം വന്നാൽ, വേദനിച്ചാൽ ദേഷ്യപ്പെടും. പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്നാൽ കരഞ്ഞു കാണിക്കും. ഇതെല്ലാം മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ മിസ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് വന്നാൽ എനിക്ക് വേദനിച്ചു എന്ന് പറയണതിന് പകരം ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എൻ്റെ വൈഫ് എൻ്റെ നല്ല രീതിയിൽ പെരുമാറുന്നില്ല, അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് എന്നോട് നല്ല രീതിയിൽ പെരുമാറില്ലെങ്കിൽ എനിക്ക് വിഷമമാണ് വരേണ്ടത്. അപ്പൊ പറയാം, നീ എന്നെ പോലെ പെരുമാറിയപ്പോ എനിക്ക് വിഷമം വന്നിട്ട എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് നിങ്ങൾക്കത് മനസ്സിലാക്കാനും അതനുസരിച്ച് മാറാനും പറ്റും. അതാണ് ഒരു മെത്തേഡ്. അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനും എന്നല്ല പറഞ്ഞ പോലെ നമുക്കത് വെക്കാം. അപ്പൊ ഒരു കൺസെൻസസ് എന്ന് പറഞ്ഞ സമവായത്തിൽ എത്തുക. ഓക്കെ, ഇത് 6 എന്റെയാണ്, 9 നിങ്ങളുടെയാണ്. ശരി, ഇത് നമുക്ക് ഇതിനകത്ത് ഫൈനലൈസ് ചെയ്യണമെന്നില്ല. സബ്ജക്റ്റീവാണ് ഇതെല്ലാം കേട്ടോ. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലല്ല, സബ്ജക്റ്റീവ്. എനിക്കുണ്ടാകുന്ന വിഷമങ്ങൾ എന്റെ പ്രശ്നങ്ങളാണ്, അപ്പൊ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ. അത് എന്താണ് പ്രശ്നം? എന്നോടാണോ? അല്ല സാർ, അത് ഇടക്ക് കയറി വന്നതാണ്. ഒരു സെക്കൻഡ് സാറേ, ഇതാരോ ഇവിടെ അനോട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ സ്ക്രീനില്. ആരുടെയാണത്? ഒന്ന് ശ്രദ്ധിക്കുക. ആരോ വരക്കുന്നുണ്ട്, പ്ലീസ്. ഓക്കെ, അത് എനേബിൾ ചെയ്യാതിരുന്നാൽ മതി മാഡം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഒരു കൺസെൻസസ് കൊണ്ടുവന്നാല് അവിടെ ഒരു കോ ഓപ്പറേഷൻ നടക്കും, തല്ല് പിടിക്കാതെ. ഓക്കെ, ശരിയാവാൻ കഴിയും. നമുക്ക് വി ക്യാൻ എഗ്രി ഓൺ ഡിസഗ്രിമെന്റ്. അതൊരു വഴക്കിലേക്ക് പോകാണ്ട് നമുക്കത് എഗ്രിമെന്റ് ചെയ്യാം. അങ്ങനെ ഒരു കോപ്പറേഷനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അതിനകത്ത് ഒരു തെറ്റും ശരി കണ്ടുപിടിക്കാതെ രണ്ടുപേർക്കും ഇറ്റ് ക്യാൻ ബി ടു റൈറ്റ്സ് എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് മാറും. നമ്മൾ ഒരാൾ തോറ്റാൽ മാത്രമേ മറ്റാൾ ജയിക്കുന്നില്ല, രണ്ടുപേർക്കും ജയിക്കാം, രണ്ടുപേർക്കും വിജയിക്കാം. സ്കൂളിലൊക്കെ പണ്ട് നമ്മൾ പഠിക്കണ പോലെ എല്ലാവർക്കും 100-ൽ 100 മേടിക്കാം. അതേപോലെ വിജയിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ വിൻ വിൻ സിറ്റുവേഷനിലേക്ക് നീങ്ങാൻ പറ്റും. അങ്ങനെ വിൻ വിൻ സിറ്റുവേഷനിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വലിയൊരു കവാടം തുറന്നു കിട്ടുമെന്ന് പറയുന്നത്, അതിന്റെ പേരാണ് സ്വർഗ കവാടം. ആ സ്വർഗ കവാടത്തിലേക്ക് പോകാനുള്ളതിന്റെ കവാടം തുറന്നു കിട്ടലാണ് നമ്മളുടെ പരിപാടി. അതേപോലെ ഇപ്പുറത്ത് ഒരു കൺസെൻസസ് വന്നില്ലെങ്കിൽ അവിടെ എപ്പോൾ നോക്കിയാലും അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞാൽ ഞാനാണ് വലുത് നീയാണോ വലുത് എന്നുള്ളതാണ് നടക്കണം. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോൾ നോക്കിയാലും വഴക്കായിരിക്കും. ഒരു വിന്ന് ലൂസ്, അല്ലെങ്കിൽ ലൂസ് വിന്ന്, അല്ലെങ്കിൽ ലൂസ് ലൂസ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ജയിക്കും, മറ്റാൾ തോക്കും. പക്ഷെ ഒരാൾ ജയിച്ചു, ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു. കുടുംബം എന്നുള്ള ഒറ്റ സിംഗിൾ യൂണിറ്റ് എടുത്താൽ കുടുംബം തോറ്റു. അച്ഛനമ്മമാര് ജയിച്ചു, മക്കൾ തോറ്റു, കുടുംബം തോറ്റു. അപ്പൊ ആര് ജയിച്ചു എന്നുള്ളതല്ല പ്രശ്നം, കുടുംബം തോറ്റു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഒഴിവാക്കണമെങ്കിൽ, അല്ലെ ഒഴിവാക്കാതെ പോകണമെങ്കിലാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൂസ് ലൂസ് സിറ്റുവേഷനിലോട്ട് പോകും. കുടുംബം തോറ്റെന്ന് പറഞ്ഞാൽ ലൂസ് ലൂസായി, ആര് ജയിച്ചാലും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് മറ്റൊരു കവാടം തുറന്നിട്ടും അത് നരക കവാടമാണ്. ഈ നരക കവാടത്തിന്റെ ആണോ സ്വർഗ കവാടത്തിന്റെ ആണോ തുറക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിന്റെ ചാവി ആരുടെ കയ്യിലാണെന്നാണ് ഇപ്പൊ തീരുമാനിക്കേണ്ടത്. ആരുടെ കയ്യിലാണ് അതിന്റെ ചാവി? സ്വർഗത്തിന്റെ ആയാലും നരകത്തിന്റെ ആയാലും ഇപ്പോഴത്തെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെ, സ്വന്തം കയ്യിൽ തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഇല്ല ഇത്, അതാണ് പ്രശ്നം. അവിടെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുക്കണ്ടേ? നമ്മൾ ഏറ്റെടുത്താൽ ശരിയാവൂല.
ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ആരെ ഏറ്റെടുക്കണം? അല്ല നമ്മളൊന്നും ഉദ്ദേശിച്ചത് നമ്മളന്നെ- ഞാനെന്നാട്ടോ സ്വന്തം ഉദ്ദേശിച്ചത്. ഞാൻ ഏറ്റെടുക്കണം. ഞാൻ തന്നെ അതാ ഉദ്ദേശിച്ചത്. അതാണ്. അപ്പൊ പറയുമ്പോ നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൂട്ടായിട്ടായിരിക്കും. അല്ല, ഒറ്റക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ. Yes. ഞാൻ ഏറ്റെടുത്താൽ മാത്രമേ പ്രശ്നം തീരുള്ളൂ. സാറേ ഞാൻ TA പഠിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് എന്താ കാര്യം, എന്റെ ഭർത്താവ് മാറുന്നില്ല. മാറണ്ടോ? നിങ്ങളുടെ ഉത്തരവാദിത്വം 100% നിങ്ങളുടെ ഉത്തരവാദിത്വം TA പറയണത്. 100%. അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ പെരുമാറ്റവും 100% നിങ്ങളുടെയാണ്, അല്ലേ? അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ തവണ വഴക്കുണ്ടായ സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുമായിരുന്നില്ല എന്നാണ് ചോദ്യം. അതായത് കഴിഞ്ഞ തവണ നിങ്ങളിപ്പോൾ ആലോചിച്ച സിറ്റുവേഷനിൽ അത് തന്നെ കൊണ്ടുവന്നോ, എന്നിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. ചിലപ്പോൾ മോശം റിസൾട്ട് ആയിരിക്കും കിട്ടിയേക്കണം. അതിനേക്കാളും നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ കുറച്ചും കൂടെ നന്നാക്കി പെരുമാറിയിരുന്നെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട്, കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുമായിരുന്നോ എന്നാണ് ചോദ്യം. കിട്ടുമായിരുന്നോ? ഇതാണ് ആരും മറുപടി പറയാത്ത. കിട്ടുമായിരുന്നു. തീർച്ചയായും തീർച്ചയായും. ആ സിറ്റുവേഷന്റെ ഉത്തരവാദിത്തം ആരാണ്? അയാളുടെ പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്തം ആരാണ്? അയാളുടെ പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് തന്നെ. അല്ലല്ലോ, നമ്മളുടെ പെരുമാറിയെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയില്ലേ? നമ്മുടെ ആ, പെരുമാറ്റം ആ, കുറച്ചുകൂടി വ്യത്യാസപ്പെട്ടിരുന്നെങ്കിൽ അയാളുടെ പെരുമാറ്റം നന്നായിരുന്നു. മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മളുടെ കുഴപ്പം. അവനവൻ ഞാൻ അവരവര് ഞാൻ ഏറ്റെടുക്കുവാണ്. തെറ്റ്. ആ റെസ്പോൺസിബിലിറ്റി അയാളുടെ മേലിലേക്ക് ഇട്ട് കൊടുത്തില്ലേ? ഇല്ല, അയാൾ നന്നായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ചുകൂടി വ്യത്യാസത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ ആ, അദ്ദേഹം കുറച്ചും കൂടെ നന്നായിട്ട്. കുറച്ചുകൂടി വ്യത്യാസപ്പെടുമായിരുന്നു. അപ്പൊ ആരാണ് അപ്പോൾ ആ സമയത്ത് ആരാണ് അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യണത്? എന്റെ പെരുമാറ്റം. ദാറ്റ്സ് കറക്റ്റ്. അപ്പൊ ഈ ടിഎൽ പറയണ കാര്യം സത്യമാണെന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. അതായത് 100% റെസ്പോൺസിബിലിറ്റി എന്റെ മാത്രമാണ്. ഭർത്താവ് TA പഠിക്കുക, സൈക്കോളജി പഠിക്കുക, കൗൺസിലർ ആവില്ലെന്ന് പറയാം. എന്തൊക്കെ ചെയ്ത എനിക്ക് എത്ര പേരെ അറിയാം. ഇതൊക്കെ എത്ര TA പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ചെയ്തവരുണ്ടെന്ന് അറിയാം. എന്ന് വെച്ചാൽ ഭർത്താവ് മാറാൻ തയ്യാറല്ല. എക്സ്ക്യൂസ് മീ, അഡ്വക്കേറ്റ് വിൻസെന്റ് സാറിന്റെ ആണ് ഈ വരകളും കുറികളും വരുന്നേ. സാർ ഒന്ന് ശ്രദ്ധിക്കുവോ? എനിക്കത് മാറ്റാൻ നോക്കിയിട്ട് പറ്റണമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാറേ, സാറൊന്ന് ഇപ്പൊ ശരിയായി. ഇല്ല, സാറിന്റെ ആണ് വരകളൊക്കെ വന്നോണ്ടിരിക്കുന്നത്. സാറ് പിന്നെ മ്യൂട്ടാണ്, പക്ഷെ വീഡിയോ ഓഫാക്കിയാൽ മതി. ഇതിനകത്ത് കുത്തുവരെ അടക്കണ്ട്. അതാണ്. ഞാൻ വേറൊരു കാര്യം നമ്മൾ കൊണ്ടുവരേണ്ടത്, അവര് ഓക്കെ, ബേസിക്കലി പീപ്പിൾ ആർ ഓക്കെ. അത് ഒരു ഫിലോസഫിക്കൽ അസംപ്ഷൻ ആയിട്ട് ചെയ്യല്. പീപ്പിൾ ആർ ഓക്കെ, ബേസിക്കലി ഓക്കെ. അതിന്റെ ചില സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കല്യാണമായിരിക്കാം, അല്ലെ അവർ വളർന്ന സിറ്റുവേഷൻ ആയിരിക്കാം, അവരുടെ ചെറുപ്പത്തിൽ നമ്മൾ കൊണ്ടുവന്ന നമ്മൾ വളർത്തിയതിന്റെ ഭാര്യയായിരിക്കും, കാര്യങ്ങളായിരിക്കും, എന്ത് വേണമെങ്കിലും ആവാം. ബേൺ പറയുന്ന മറ്റൊരു മനോഹരമായ ഒരു കാര്യമുണ്ട്. എവരി ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ ആസ് എ പ്രിൻസ് ഓർ പ്രിൻസസ്, ബട്ട് പാരന്റ്സ് ടേൺസ് ദം ഇൻടു ഫ്രോഗ്സ്. ഓരോ കുട്ടിയും ഇവിടെ ഹ്യൂമൻ ബീയിങ് ജനിക്കുന്നത് രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ്. പക്ഷെ പാരന്റ്സ് ടേൺ ദം ഇൻടു ഫ്രോഗ്സ്. വളർച്ചയുടെ പാതയിൽ പാരന്റ്സ് ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ വെച്ചിട്ട് നമുക്ക് പലപ്പോഴും ഈ രാജപദവി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള, അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗമാണ് ബേൺ പറയുന്നത്. രാജപദവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് ആണ്, വേറൊന്നുമില്ല. അത് എന്റെ ഭാഷയിൽ ബേൺ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹാപ്പിനെസ് ആണ്. എന്തുണ്ടാക്കിയാലും ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും അതിന്റെ അപ്പുറത്ത് ടിഎൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഹാപ്പിനെസ്സിനാണ്. ഇതെല്ലാത്തിന്റെയും അപ്പുറം ദ മാക്സിമം ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സക്സസ്ഫുൾ പേഴ്സൺ ആയാലും ഹാപ്പിനെസ് ഇല്ലെങ്കിൽ പോയില്ലെന്ന് വിൽക്കും ആൾക്കാർ. അപ്പൊ ഹാപ്പിനെസ്സിനാണ് നമ്മൾ ഈ നമ്മളുടെ രാജപദവി എന്ന് പറയുന്ന ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ് നമ്മൾ പിടിച്ചെടുക്കണം, തിരിച്ചു പിടിക്കണം. രാജകീയമായ റോയൽ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ ബർത്ത് റൈറ്റ് ആണ് അത്. എവരി ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ ആസ് എ പ്രിൻസ് ഓർ പ്രിൻസസ്. പ്രിൻസ് ഓർ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയസ്റ്റ് പേഴ്സൺസ് ഇൻ ദ വേൾഡ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൺസെൻസസ് വേണം, കോമ്പറ്റീഷൻ ഇല്ലാണ്ട് കോഓപ്പറേഷനിലേക്ക് പോകണം, ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് പോകണം. ആൻഡ് യു വിൽ ഹാവ് ദാറ്റ് കീ ടു ഓപ്പൺ ദ ഹെവൻ. അതാണ്
നമ്മൾ പോകേണ്ടത്. ഓക്കെ. പിന്നെ ഓട്ടോണമി കരസ്ഥമാക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ TA എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട മുന്നോട്ട്. എന്താണ് ഇത് ചെയ്യേണ്ടത്? ഒരു 3 ഇത് പറയുന്നുണ്ട്, കപ്പാസിറ്റി പറയുന്നുണ്ട്. ഒന്ന് അവയർനെസ്, 2 സ്പോണ്ടേനിറ്റി, 3ാമത്തെ ഇന്റിമസി. അവയർനെസ് എന്ന് പറയുന്ന സിമ്പിൾ വാക്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് അവയർനെസ്. ഒരു നിങ്ങൾ പറയില്ല ഒരു അവബോധം വന്നാൽ എന്തിനെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ പഠിപ്പിക്കുന്ന അവബോധം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ വെച്ച് അവർ പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ ഇരിക്കണോടത്ത് നിങ്ങളുടെ ശരീരഭാഗം നിങ്ങളുടെ സീറ്റിൽ മുട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇത്രയും നേരം അവയർ അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സങ്ങോട്ട് ചെന്നപ്പോൾ നിങ്ങൾക്ക് അവയർനെസ്. ഈ ഒരു അവയർനെസ് നിങ്ങളുടെ ബിഹേവിയറിലും കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ അവയർനെസ്സിന് ഇല്ല ഇത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും പല കാര്യങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ കടിഞ്ഞാലിടുന്ന മനസ്സാണ്. പക്ഷെ മനസ്സ് കണക്ട് ചെയ്താൽ മാത്രമേ എന്തൊക്കെ നടക്കണം എന്ന് പറയുള്ളൂ. ചുറ്റിനും ഫാൻ നടക്കുന്നുണ്ട്, ഫാനിന്റെ എയർ നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നുണ്ട്. പറയുമ്പോൾ എയർ ശരീരത്തിൽ അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് ആ സ്കിൻ എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലോട്ട് പോയി. അപ്പോൾ ചുറ്റുപാടും ഭയങ്കര സൗണ്ട് നടക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ശരിയാണ്, അടുത്ത റൂമിൽ അവിടെ വർത്താനം പറയുന്നുണ്ട്, TV ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ചെവിയിൽ പോയിട്ട് ഇയർ എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൽ പോയി കണക്റ്റായി. അതേപോലെ നമ്മളുടെ ബിഹേവിയറിലേക്ക്, നമ്മളുടെ ചിന്തകളിലേക്ക്, നമ്മളുടെ ഇമോഷനിലേക്ക്, നമ്മളുടെ പെരുമാറ്റത്തിൽ, ഈ 3ലേക്ക് നമ്മളുടെ ഈ സംഗതി മനസ്സ് കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഈ അവയർനെസ് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ അലാം സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കുറെ നാൾ. എന്താണ് മനസ്സിൽ നടക്കുന്നത്, ചിന്തകൾ എന്താണ്, വികാരങ്ങൾ എന്താണ്, മൂഡ് ഓഫ് ആണോ, സന്തോഷമാണോ, ഹാപ്പി ആണോ. നമ്മൾ പറയും ചിന്തകൾ വന്നു പോകുന്നു. നമ്മളെ പെർമിറ്റ് ചെയ്യാതെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരില്ല. നമുക്ക് പിടിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്ത്. അതാ പറയണതാണ്, യു ക്യാൻ ഇൻസർട്ട് എനി തോട്ട്സ് ഇൻ ടു യുവർ മൈൻഡ് അറ്റ് എനി ടൈം. ഏത് തോട്ട്സ് നിങ്ങളുടെ ഏറ്റവും ജീവിതത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഇൻസിഡന്റ് നിങ്ങൾ അറിയില്ല, സൂപ്പറായിട്ട് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. കാണാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിലത്. നിങ്ങൾ പിക്ചറിലൊക്കെ കാണുമല്ലേ, കണ്ണടച്ചിരുന്ന ആ സംഭവം കാണാൻ തുടങ്ങും. അന്നേരം പറഞ്ഞ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ ചിരിച്ച സൗണ്ട് കേൾക്കാൻ തുടങ്ങും. കളർഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം എല്ലാം കേൾക്കാൻ പറ്റും. മനസ്സ് നിറയും സന്തോഷം കൊണ്ട്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്നേരം ആരാ ചിന്തകൾ കൊണ്ടുവരുന്നത്? ഞാനല്ല, നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അതിന് പകരം നിങ്ങൾ അത് ഇങ്ങനെ നശിച്ച ചിന്തകൾ ഇങ്ങനെ വന്ന് ആളെ പ്രശ്നമാക്കണേ അല്ല. വി ആർ പെർമിറ്റിംഗ് ദം ടു ബി ദർ. നമ്മൾ എപ്പോൾ പെർമിറ്റ് ചെയ്യുന്നോ അപ്പം നെഗറ്റീവ് തോട്ട്സിന് സ്ട്രെങ്ത് കൂടുന്ന പറയുന്നത്. അവൻ പിന്നെ ഇങ്ങനെ പിടിച്ച് ടീയർ ഭാഷയിൽ റാക്കറ്റ് ഫീലിംഗ് എന്ന് പറയും. അതിങ്ങനെ പകൽക്കൊള്ളം നടത്തുക നമ്മളെ കൊണ്ട്. അപ്പോൾ അതിനെ അനുവദിക്കാതെ നമ്മളെപ്പോഴും ഇത് ചെക്ക് ചെയ്തിട്ട് എന്താണ് തിങ്കിങ്, എന്താണ് ഇമോഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഫീലിംഗ് നടക്കണമെന്ന്. മറ്റേ പോസിറ്റീവ് അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു കൊട്ടു കൊടുത്തേക്കാം, നിർത്തിക്കോ, സ്റ്റോപ്പ് ഇറ്റ്. അപ്പൊ തന്നെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക. ഇമോഷൻ പോസിറ്റീവ് അല്ലേ, നിർത്തുക, ഒന്ന് ചിരിക്കുക. ഒന്നില്ല ലാഫ്റ്റർ തെറാപ്പി പോലെ എന്തെങ്കിലും 1-2 ആക്ഷൻ കാണിച്ചിട്ട് ചിരിക്കുക. അല്ലെ കണ്ണാടി നോക്കി ഫേഷ്യൽ മോക്ക് ചെയ്താൽ മതി, ചിരി വരും നമുക്ക്. ഇല്ലെങ്കിൽ ആരാണോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണത് പോലെ NLP-യിൽ പറഞ്ഞ പോലെ ഒരു കുരങ്ങനെ പോലെ അവനൊരു 2 അടിയുള്ള കുള്ളനായിട്ട് കാണുക. ഈ ജോക്കറിനെ പോലെ സർക്കസിൽ നടക്കുന്ന പോലെ കാണുക. ഒരു വാലും വെച്ചു കൊടുക്കുക, 2 ആപ്പിൾ ഇവിടെ ഈ ചെറി വെച്ചു കൊടുക്കുക. എന്നിട്ട് അവൻ സംസാരിക്കുക, ടോം ആൻഡ് ജെറി സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. NLP-യുടെ ഒരു തെറാപ്പിയാണത്. അത് വെച്ച് ഉപയോഗിച്ച് നമുക്ക് എനി മൊമെന്റ് വി ക്യാൻ കം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം. അങ്ങനെ ചെയ്യുക. അപ്പൊ എന്താണ്, ഓരോ തവണ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ലെവലാണ്. സങ്കടപ്പെട്ടും ടെൻഷനായിട്ട് പേടിച്ചും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ വേറെ രീതിയിലാണ് പോകണം. നമ്മൾ അറിയാതെ അതായത് വേർഡ്സ് മാത്രമാണ് നമ്മളുടെ കോൺഷ്യസിലായിട്ട് വരുന്നത്. അതും ഒരു പരിധി വരെ. കംപ്ലീറ്റ് അൺഅവെയറായിട്ട് പോകും നമ്മൾ ഇമോഷണലി ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ. ഇമോഷണലായിട്ട് തിങ്കിങ്ങിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇമോഷൻ ഇല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഓരോ ലെവലിലും നമ്മളത് ഇത് ചെയ്യണം. അപ്പൊ തിങ്കിങ് അത്ര ചിന്തിച്ച് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഫീലിംഗ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഇമോഷണലായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് മാറ്റിയിട്ട് കൊണ്ടുവരണം. ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. 3x2 = 6 4x3 എന്ന് പറഞ്ഞാൽ 12 വരും. നമ്മുടെ ഹാപ്പിയിലോട്ട് പോയിക്കോളും. അതിനകത്ത് ഒരു പ്രശ്നവും വരില്ല. അപ്പൊ നമ്മളിത് മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കലല്ല, ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് സ്പോണ്ടേനിറ്റിയാണ്. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അവൈലബിൾ ആണ്. ടിയുടെ ഭാഷയിൽ പറയുന്നത് ചൂസ് ഫ്രം ദ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ. അതാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. ഈ സ്പോണ്ടേനിറ്റിയിൽ എത്താനായിട്ട് നമുക്ക് കുറച്ച് പണിയെടുക്കാം. ആദ്യം നമ്മൾ ഇത് മാറ്റി ചെയ്യാൻ നേരത്ത് നമുക്കൊരു തോന്നൽ വരും, അയ്യോ സാറേ ഞാനിത് ഒറിജിനൽ ഞാനല്ലല്ല, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കില്ല ഇത് നാടകം പോലെ എനിക്ക് എന്നെ തന്നെ ഞാനല്ലെന്നൊക്കെ തോന്നണമെന്ന്.
ഇപ്പൊ നമ്മൾ ടിഎൽ ആദ്യം പറയുന്ന ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു സ്റ്റാർട്ട് ഗിവിങ് അപ്രീസിയേഷൻ സിൻസിയർലി ആൻഡ് ജെന്യുവൻലി. ഒരു നല്ല കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച്, ഇനി കണ്ടില്ലെങ്കിൽ കണ്ടുപിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയണത്. എന്തുകൊണ്ടാണ് അത് പറയണത്? അത് നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദോഷൈക ദൃക്ക് എന്നുള്ള പേര് മാറ്റിയിട്ട് നല്ലത് കാണാൻ പറ്റിയ ഒരു മനുഷ്യരായിട്ട് കാണും. മറ്റേ ദോഷം മാത്രമേ കാണുള്ളൂ. എന്ത് ചെയ്താലും 60% മാർക്ക് മേടിച്ച് കൊണ്ടുവരുന്ന കൊച്ച് സാധാരണ പരീക്ഷ എടുത്തപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞ് എന്തോ പറഞ്ഞേക്കാം ഒരു 70, അവൻ 1 മണിക്കൂർ എക്സ്ട്രാ പണിയെടുത്തിട്ട് അല്ലെ പഠിച്ചിട്ട് 70% മാർക്ക് മേടിച്ചുകൊണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും സന്തോഷം. പക്ഷെ അച്ഛൻ വന്നപ്പോഴത്തെ അച്ഛൻ ദോഷൈക ദൃക്കാണ്. അപ്പൊ പറഞ്ഞപ്പോ അച്ഛൻ എനിക്ക് 70% കിട്ടി ഇത്തവണ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 70 കിട്ടിയല്ലേ, നീ എത്ര സമയം കൂടുതൽ പഠിച്ച്? ഞാൻ 1 മണിക്കൂർ കൂടുതൽ പഠിച്ച അച്ഛാ എല്ലാ ദിവസവും. അപ്പൊ നീ 2 മണിക്കൂർ കൂടുതൽ പഠിച്ചാൽ എത്ര കിട്ടുമായിരുന്നു? ഇതാണ് ചോദ്യം. എന്നുവെച്ചാൽ അവൻ ചെയ്യാത്ത കാര്യങ്ങളുടെ കുഴപ്പം മാത്രം കണ്ടുപിടിച്ചിട്ടാണ് ഒരു ദോഷൈക ദൃക്ക് നോക്കുക. അതിന് പകരം നമ്മളെ തന്നെ ഫൈൻഡ് ഔട്ട് സംതിങ് ഗുഡ് ഇൻ അതർ പേഴ്സൺ, ഡൂയിങ് ഓർ ബീയിങ്, ആ ലെവലിൽ കണ്ടുപിടിച്ചിട്ട് സിൻസിയർലി ജെനുവൻലി ഒരു അപ്രീസിയേഷൻ കൊടുത്താൽ ദാറ്റ് വിൽ ചേഞ്ച് അതർ പേഴ്സൺ ആസ് വെൽ ആസ് us. എന്താ? വാട്ട് ഗോസ് അറൗണ്ട് വിൽ കം ഡൗൺ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. എന്താ പോകുന്നത് അത് തിരിച്ച് അതേപോലെ തന്നെ വരും. ഇപ്പൊ നല്ലത് പോയാൽ നല്ലത് വരും, തിരിച്ചു പോയാൽ തിരിച്ചു. ടിഎൽ അതിന്റെ ഭാഷയില് ഒരു സബ്ജക്ട് ചെയ്യുന്നുണ്ട് മനോഹരമായിട്ട്, സ്ട്രോക്സ് എന്ന് പറഞ്ഞിട്ട്. അത് കമ്മ്യൂണിക്കേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജെനുവിൻ ആയിട്ട് സിൻസിയർ ആയിട്ട് ഒരു സ്ട്രോക്ക് കൊടുത്താൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ആൾക്കാർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അതേപോലെ കൂടുതൽ സമയം അവർ നമ്മുടെ അടുത്ത് സംസാരിക്കും. അല്ലെങ്കിൽ ഈ ആൾക്കാരെ കണ്ടിട്ടില്ലേ, സ്പടികത്തിലെ ചാക്കോ മാഷിന്റെ ആരും പോകില്ല അടുത്തോട്ട്, ഓരോരുത്തരും വിട്ടുപോകാൻ തുടങ്ങും അടുത്തുനിന്ന്. അപ്പൊ സ്പോണ്ടേനിറ്റി വേറെ പ്രശ്നമാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ എന്റെ പെരുമാറ്റം. അതിന് നമ്മൾ പറയുന്നത് ലെവൽസിന് 4 ലെവലുണ്ട്, 4 ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയും. അത് ഒന്നാമത്തെ ലെവൽ അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് ആണ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡോണ്ട് നോ, എന്തറിയില്ല എന്ന് എനിക്കറിയില്ല. അതാണ് ആദ്യത്തെ ലെവൽ. എന്തറിയില്ല എന്ന് എനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ടിഎയിലെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കേൾക്കാത്തവരെ സംബന്ധിച്ച് ആ ലെവലിലായിരുന്നു. ഇതൊക്കെ എന്താ അറിയില്ല എനിക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ലെവലിലായി, അതായത് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്. ഐ നോ വാട്ട് ഐ ഡോണ്ട് നോ. ഇപ്പൊ എന്തറിയില്ല എന്ന് എനിക്കറിയാം. ടിഎയിൽ ഇങ്ങനെയൊക്കെ പറയണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ലെവലിലേക്ക് നീങ്ങി. പിന്നെ മൂന്നാമത്തെ ലെവലിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, അപ്രീസിയേഷൻ നൽകാൻ തുടങ്ങും. അല്ലെ കമ്മ്യൂണിക്കേഷൻ ഇതേപോലെ പോസിറ്റീവായിട്ട് കോൺഫ്ലിക്റ്റ് എന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു പതുക്കെ ഒന്ന് പിടിച്ചിട്ട് ഇന്നലെ പറഞ്ഞാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ പിടിക്കാൻ തുടങ്ങും. അപ്പൊ മൂന്നാമത്തെ ലെവലായി. അതിന്റെ പേരാണ് കോൺഷ്യസ് കോമ്പിറ്റൻസ്. പതുക്കെ നമ്മൾ ഓരോന്നും ചെയ്തു തുടങ്ങുന്ന അവസ്ഥ. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ, ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ലെവലിൽ വരും എക്സ്പെർട്ട് ലെവലിൽ വരുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയണ്ട. വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്നു, സ്ഥലത്തെത്തുന്നു, വണ്ടി കിക്ക് അടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോകും. അത്ര നേരം ഒന്നും അറിയും. പക്ഷെ ഇതെന്തിനാ ഇവിടെ എടുക്കണ സ്പോണ്ടേനിറ്റി? ഈ സ്പോണ്ടേനിറ്റി ഈ എക്സ്പെർട്ട് ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് എന്റെ 4th ലെവലിലാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സ്വഭാവം ആക്ച്വലി 1ാമത്തെ ലെവലിലാണ്. എനിക്ക് അനാവശ്യമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, അനാവശ്യമായിട്ട് പേടി വരുന്നുണ്ട്, അനാവശ്യമായിട്ട് സങ്കടം വരുന്നുണ്ട്, അനാവശ്യമായിട്ട് അസൂയ വരുന്നുണ്ട്, അനാവശ്യമായിട്ട് വിഷമങ്ങൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ഇപ്പൊ ഇത് പറയണ വരെ നമ്മളുടെ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് 1st ലെവലിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ 2ാമത്തെ ലെവലിലേക്ക് മാറി. ഇനി ഇതിനെ പിടിക്കണം. ഓരോ തവണയും നമ്മൾ പിടിക്കണം, പല രീതിയിൽ നമ്മൾ പിടിക്കണം, അവയർനെസ് വെച്ച് പിടിക്കണം. പിടിക്കുമ്പോൾ 3ാമത്തെ ലെവലിലെത്തും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ 3ാമത്തെ ലെവലിൽ വെച്ചാൽ വലിയ പ്രശ്നങ്ങൾ ചെയ്യാൻ നേരത്തെ ആൾക്കാർ ഇട്ടിട്ട് പോകും. പലപ്പോഴും പലരോടും ലൈസൻസ് ഉണ്ടാന്ന് ചോദിച്ചാൽ വണ്ടി ഓടിക്കാൻ ലൈസൻസ്, ചിലർ മറുപടി വണ്ടി ഓടിക്കുമെന്ന് ചോദിച്ചാൽ പലരും ലൈസൻസ് ഉണ്ടെന്നാ പറയണ. ലൈസൻസും കിട്ടണതും വണ്ടി ഓടിക്കുന്നതും തമ്മിൽ 2 സ്റ്റേജ്, 3, 4 ലെവൽ പോലെ. എന്നാൽ എത്ര പേര് ഇപ്പൊ എന്റെ വീട് എറണാകുളത്താണ്, കൊച്ചിയിൽ, കലൂരാണ് എൻ്റെ വീട്. ഇവിടെ കലൂരിലുള്ള തിരക്കിൽ കൂടെ എത്ര പേര് സുഖമായിട്ട് ധൈര്യത്തോടെ ഓടിച്ചു പോകുന്ന വെച്ചാൽ ഈ 100% ആൾക്കാർ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ 20%ന്റെ കൈ അപ്പത്തായി. അതാണ് 3ഉം 4ഉമായിട്ടുള്ള വ്യത്യാസം. 3ാമത്തെ ലെവലില് എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, 4ാമത്തെ ലെവലില് കംഫർട്ട് ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല പലർക്കും. അത് ഓവർകം ചെയ്തു വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എക്സ്പെർട്ട് ലെവലിൽ. അതിനകത്ത് നിന്ന് ഏത് ഓടിക്കണമെന്ന്, എങ്ങോട്ട് ഓടിക്കണം, എങ്ങനെ ഓടിക്കണം എന്ന് നമ്മളാ തീരുമാനിക്കണം. ഏത് ബിഹേവിയറിൽ എപ്പോൾ ഉപയോഗിക്കണം, അവിടെ അപ്രിസിയേഷൻ കൊടുക്കണോ, നല്ലത് കൊടുക്കണം. അല്ലെങ്കിൽ ടിയുടെ ഭാഷയിൽ പറഞ്ഞ 6-7 തരത്തിൽ സപ്തസ്വരങ്ങൾ പോലെ ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്ക് മാറി മാറി ഉപയോഗിക്കാനുള്ളത്. അതിന് ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇതൊരു കടലായിട്ടുള്ള സാധനം. ഇതൊരു ചലഞ്ചാണ് എനിക്ക്. ഈ കമ്മ്യൂണിക്കേഷൻസ് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എടുത്തെത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ചലഞ്ചാണ്. അപ്പൊ അത് ഈഗോ സ്റ്റേറ്റ്സ് നമുക്ക് വേറെ ദിവസം നോക്കാം.
അപ്പൊ അങ്ങനെ നോക്കുക. പിന്നെ ഇന്റിമസി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്തോരം ഉണ്ട്. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ ആയിട്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഇന്റിമസി എന്നുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് എഴുതിക്കോ. നിങ്ങൾ ഇന്റിമസി എന്നുള്ള വാക്കിന് എത്ര ശതമാനം മാർക്ക് കൊടുക്കേണ്ടതെന്ന്, പെർസെൻറ്റേജ് കൊടുക്കേണ്ടതെന്ന് എഴുതി. ഇന്റിമസി എന്ന വാക്കിന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്ര പെർസെന്റ് കൊടുക്കേണ്ടത് ഓരോരുത്തർ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണത് 100%. 90%. 90% ഉണ്ടോ? ഇനി നിങ്ങൾ കൊടുത്ത ആർക്കാണ്, ആർക്കാണ് ഭർത്താക്കന്മാരും വിട്ട വഴക്കുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ ഒന്ന് ചോദിച്ചു നോക്കുക ഇങ്ങോട്ട് എത്ര പെർസെന്റ് ഉണ്ടെന്ന്. വ്യത്യാസം ഉണ്ടാവും. Different. അപ്പോൾ പല രീതിയിലാണ് 94 എന്നൊക്കെ നമ്മൾ പറയും, നമ്മൾ വിചാരിക്കണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇന്റിമസിയിൽ പറയാൻ പറ്റൂല. പലപ്പോഴും എന്തുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ പല കാരണങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും മോശം വരുമെന്ന്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു ഏറ്റവും ക്ലോസ് ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ അമ്മ ആ പെണ്ണിനോട് വളരെ മോശമായിട്ട് പെരുമാറി. ആ പെണ്ണ് തിരിച്ചുപോയി. അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് വർത്താനം പറഞ്ഞാൽ പോട്ടെ എനിക്ക് വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞു പോയിട്ട്. പക്ഷെ ആ പെണ്ണ് നിങ്ങളാണെന്ന് വിചാരിച്ചോ, അവൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ചിലപ്പോൾ പറഞ്ഞില്ലെന്ന് വരും. എന്തുകൊണ്ടാണ്? അവൾ വിഷമിക്കേണ്ടല്ല എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും അടക്കം പല കാര്യങ്ങളും നമ്മൾ ഇന്റിമസി ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാറുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ പോകുന്ന ചിന്തകളൊക്കെ പറയാൻ പറ്റൂല പലപ്പോഴും. അതേപോലെയാണ് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു, എത്രമാത്രം നിങ്ങൾ ഓപ്പൺ ആണോ മറ്റുള്ളവരോട്, അതാണ് ഇന്റിമസിയുടെ കണക്ക് പറയുന്നത്. ഓപ്പൺനെസ് ആണ് ഇന്റിമസിക്ക് വേറൊരു ബേണിന്റെ തന്നെ ഭാഷ ഗെയിം ഫ്രീ റിലേഷൻഷിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ചൈൽഡ് ടു ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. സൈക്കോളജിക്കൽ ഗെയിം ഇല്ലാതെ, അതേപോലെ തന്നെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇന്റിമസി. അപ്പൊ അതിനകത്ത് കൊച്ചുപിള്ളേർ തമ്മിൽ തല്ലുപിടിക്കണമെങ്കിൽ തല്ലുപിടുത്തമൊക്കെ ഉണ്ടാവും, വഴക്കുണ്ടാവും. പക്ഷെ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടുപോകില്ല. നമ്മുടെ വഴക്കുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഇന്നലത്തെ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞ, ഈ ഇന്നലെയും കൂടെ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞത്, എത്ര പ്രാവശ്യം പറഞ്ഞത്, ഇതൊന്നും ഇന്റിമസിയിൽ ഉണ്ടാവില്ല. അപ്പൊ ഒരു വഴക്കുണ്ടായി, അതിനെപ്പറ്റി തീർന്നു. ഇതാണ് ഇന്റിമസി. അപ്പൊ ഇങ്ങനെ 3 സ്ട്രീംസ് ഉണ്ട് നമുക്ക്. കപ്പാസിറ്റി ആണ്. ഈ 3 കപ്പാസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഓട്ടോണമസ് ആകാൻ പറ്റുള്ളൂ. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുക, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും. അല്ലെങ്കിൽ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? എന്തെങ്കിലും നിന്നും സ്വതന്ത്രമാകണ്ടേ? എവിടെന്നാണ്? എൻ്റെ പഴയ കാല സ്വഭാവത്തിൽ നിന്നും, പഴയ കാല എക്സ്പീരിയൻസിൽ നിന്നും, പഴയ കാലത്തിലുള്ള ചിന്തകളിൽ നിന്നും, ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അതായത് മറ്റുള്ളവരുടെ ബിഹേവിയറോ മറ്റുള്ളവരുടെ സിറ്റുവേഷനോ ഒന്നും എന്നെ ബാധിക്കില്ല. ഇപ്പൊ എന്താണോ എനിക്ക് വേണ്ടത് അത് മാത്രം ഞാൻ പെരുമാറും. അതാണ് ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ. അതിന് ഈ 3 എണ്ണം വേണം ഓട്ടോണമി കിട്ടാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ വൈഫ് എന്നോട് ദേഷ്യപ്പെട്ടു. കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പുറത്ത് കറങ്ങി നടന്നാൽ എങ്ങനെ, വല്ല അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാനും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അവളോട്. സാറിന് അവൾ ദേഷ്യപ്പെടാത്തതാണ്, നിനക്കെന്ത് കാര്യം, ഞാൻ ക്ലാസ് എടുക്കാൻ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു, അപ്പം ഇങ്ങനെ വന്നൊരു കാര്യം പറയുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്കെന്താ ഇതിനകത്ത് കാര്യമുള്ളത്, ഞാൻ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. അതല്ല അപ്പം ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അത് മാറ്റി എടുത്തിട്ട് പറഞ്ഞ് അത് അമ്മയുടെ കമ്പനി പൂട്ടി, നാളത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഓ അതാണ് പ്രശ്നം, ഇറിറ്റേഷൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്ന്. എന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 പേര് വഴി കൂടെ പോയപ്പോൾ അവരായിട്ട് വർത്താനം പറഞ്ഞ് ഇന്ന് കലൂർ സ്കൂളിൽ, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച കാര്യങ്ങളും അവിടെ കാണിച്ച കുസൃതികളും തെമ്മാടിത്തരങ്ങളും ഒക്കെ പങ്കുവെച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ചോദ്യം ഇതാണ്, എന്നെ ദേഷ്യപ്പെടുത്തിയത് ആരാ? സാധാരണ കേസിൽ നമുക്കറിയാം, എൻ്റെ വൈഫ് എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്നെ സമാധാനപ്പെടുത്തിയത് എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സമാധാനപ്പെട്ടു. എൻ്റെ കൂട്ടുകാർ സന്തോഷപരമായ കാര്യങ്ങൾ സന്തോഷപ്പെട്ടു. അപ്പോൾ PA അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ചിന്തകളുടെയും വികാരങ്ങളുടെയും പെരുമാറ്റത്തിന്റെ മുകളിൽ എനിക്കെന്ത് കൺട്രോളാണ് ഉള്ളത്? വൈഫ് എന്നെ നോക്കി ഒരു റിമോട്ടിൽ TV ഒക്കെ മാറ്റണ പോലെ ബി ആംഗ്രി എന്ന് പറഞ്ഞൊരു ഞെക്കിയപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. എൻ്റെ മകൻ വന്നിട്ട് കൂൾ ഡൗൺ അപ്പ എന്ന് പറഞ്ഞ് ഞെക്കിയപ്പോൾ ഞാനായി. അതായത് റിമോട്ടിൽ ചാനൽ മാറണ പോലെ റിമോട്ടിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ എല്ലാവർക്കും ഓരോ റിമോട്ട് കൊടുക്കും. അതിനകത്തൊക്കെ നമ്പറാണ്, ഇമോഷൻസിന്റെ നമ്പറാണ്. ഇമോഷൻസ് 2 ഫ്രണ്ട്സ് ഒരേപോലെ ഒരുമിച്ച് ബി ഹാപ്പി എന്ന് വെക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. ഞാൻ ഓട്ടോണമസ് അല്ല, മറ്റുള്ളവർ കൺട്രോൾ ചെയ്തപ്പോൾ ഞാൻ അതനുസരിച്ച് മാറി. അപ്പൊ ഈ ഓട്ടോണമസ് വന്നെന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് അതർ പീപ്പിൾസ് ബിഹേവിയർ ആൻഡ് സിറ്റുവേഷൻ, ഇഫ് യു റിമെയിൻ ഇൻ കാം ആൻഡ് കൂൾ, യു ആർ ഓട്ടോണമസ്. അതിന് 2 ബേസിക് പ്രിൻസിപ്പിളാണ് TA പ്രാക്ടീസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, കോൺട്രാക്ച്വൽ മെത്തേഡ്. നിങ്ങൾക്ക് വൈഫിനോ വീട്ടിലുള്ളത് കോൺട്രാക്ട് വെക്കാം, അവരോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താം. വെർബലൈസ് യുവർ ഇമോഷൻ ആണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഒരു പ്രത്യേകമായിട്ട് പറയുന്നത്.
പല കാര്യങ്ങളുണ്ട്, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു, മൈൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ തോട്ട്സും ഫീലിങ്സും ആണ് മാനിഫെസ്റ്റ് ഇൻ ടു ബിഹേവിയർ. പക്ഷെ ഈയുടെ ഭാഷയിൽ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ മൂന്നും കൂടെ ചേർത്താണ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഹേവിയർ ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, 2 ടോൺ ഓഫ് വോയിസ്, 3 ഫേഷ്യൽ എക്സ്പ്രഷൻ, 4 ഗസ്റ്റേഴ്സ്, 5 പോസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ടോൺ ഓഫ് വോയിസും ആണ് സാധാരണ കേസിൽ ഇപ്പോൾ ഫോണിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അല്ലാതെ വരുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഉണ്ടാവും. ഈ വാക്കുകൾക്ക് തനതായ അർത്ഥമില്ല എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. അതായത് ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ തനതായിട്ടുള്ള അർത്ഥമില്ല, അതിന് അർത്ഥം കൊടുക്കുന്നത് ടോൺ ഓഫ് വോയിസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ വേണം എന്നുള്ള അർത്ഥം വരും. അയ്യോ ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് ഇപ്പം എവിടെയെങ്കിലും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ 3:30 മണിക്ക് ഒരു ചായ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു സ്നാക്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 5 മണി കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ വരും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ഒക്കെ എന്തെങ്കിലും അറിഞ്ഞാൽ ഒരു ഇത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ചായ കുടിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു 6, 6:30, 7 മണിയൊക്കെ ചിലപ്പോൾ ആവും. അപ്പോൾ വൈഫ് വന്നിട്ട് ചോദിക്കും ചായ വേണമെന്ന് ചോദിക്കാൻ പറയും, വേണ്ട വേണമെന്നില്ല എന്ന് പറയും. വേണ്ട വേണമെന്നില്ല എന്ന് പറയും. അത് കുറച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അവളൊരു ചായ ഇട്ട് വരും. ഇപ്പോൾ വേണ്ട വേണമെന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വേണമെന്നാണോ? ഞാൻ നല്ല സന്തോഷമായിട്ട് അത് കുടിക്കുകയും ചെയ്യും. അതാണ് ടോൺ ഓഫ് വോയിസിന്റെ പ്രത്യേകത. പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഷട്ടപ്പ് എന്ന് ആക്കാനും ഇതാണ്. സാധാരണ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ മീറ്റിങ്ങിന്റെ ഉദാഹരണം പറയാറുണ്ട്. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം 2 ടീമൊക്കെ ആയിട്ട് നടത്തുമ്പോഴത്തേക്കും അവിടെ ഏതെങ്കിലും റിട്ടയർഡ് പോലീസ് ഓഫീസർ, ജഡ്ജൊക്കെ ആയിരിക്കും അവിടെ ഈ വരണാധികാരിയായിട്ട് ഇരുന്ന് നടത്തണത്. ഇയാൾ ആദ്യം പതുക്കെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഒന്നും പറ്റില്ലെങ്കിൽ ഇയാൾ ഒരു പ്ലീസ് പറയും. ആ പ്ലീസോടുകൂടി എല്ലാവരും ഷട്ടപ്പാവും. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുത്തിട്ട് ഒരു പ്ലീസ് അടിക്കും. അപ്പൊ ആ ദേഷ്യവും ഇതും കൂടെ കാണുമ്പോഴത്തേക്കും ആ ടോണിനാണ് പ്ലീസ് കൊടുത്തത്. അപ്പോൾ ഷട്ടപ്പ് എന്നായി, ആൾക്കാരൊക്കെ സംസാരം നിർത്തി വോട്ട് ചെയ്യാന്നുള്ള രീതിയിലോട്ട് മാറും. ഫേഷ്യൽ എക്സ്പ്രഷൻ അതേപോലെ തന്നെ മുഖം കൊണ്ടുള്ള കളികൾ നമ്മൾ ചെയ്യുന്നത്. കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ അറിയാം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓങ്ങിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ നിൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള ഘടനകൾ. പിന്നെ ടോൺ ഓഫ് വോയിസ് ഈ കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഇത്തരം കാര്യങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ടോണിന് ഒരു പ്രത്യേകതയുണ്ട്. ടോണാണ് ഭയങ്കര 80% ഓഫ് യുവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് വിത്ത് ജസ്റ്റ് ഫോക്കസിങ് ഓൺ 1 ഐറ്റം ടോൺ ഓഫ് വോയിസ്. ഒറ്റ ഐറ്റം മാത്രം ഫോക്കസ് ചെയ്താൽ മോർ ദാൻ 80% ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം തീർക്കാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. ഒന്ന് ടോണിൽ വരുന്നത്, ഒന്ന് വോളിയം. ആവശ്യത്തിന് വോളിയം ഉണ്ടോ, ആവശ്യത്തിന് വോളിയം ഇല്ലേ, ഭയങ്കര വീക്കാണോ. ചിലവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്താന്ന് ചോദിച്ചാൽ പറയും ഇങ്ങനെ ഞരമ്പൊക്കെ പൊളിഞ്ഞു തന്നെ കാണാം, പക്ഷെ അവന്റെ സൗണ്ട് ഉള്ളിൽ നിന്ന് വരാം. സമ്പടി ഇങ്ങനെ പിടിച്ചു വലിക്കണ പോലെ അവരെ പിടിച്ചിരുത്തിക്കളി. ഒരു ഇൻഹിബിഷനാണ് പറയാനായിട്ട്. അപ്പൊ പിന്നെ ചോദിക്കും കേട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ എന്നായിരിക്കും പറയണം, പക്ഷെ വരില്ല സൗണ്ട്. അതായത് എന്തോ പിടിച്ചു വെക്കണമല്ലോ. അപ്പൊ നമ്മൾ ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ്, ഓരോ കാര്യത്തിലും ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാനെന്ന വ്യക്തിയാണ് ഇതെല്ലാം നോക്കേണ്ടത്. എന്റെ സൗണ്ട് അങ്ങനെയാണോ, കൂടുതലാണോ, കുറവാണോ? ചിലവർക്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ പയ്യെ പറഞ്ഞ പറവൂര് കേൾക്കും. ഇവിടുന്ന് അടുത്തൊന്നുമല്ല, തിരുവനന്തപുരം പറവൂര്, ഇവിടെ എറണാകുളത്തൊരു പറവൂരുണ്ട്, അത് കൂടാണ്ട് പരവൂരുണ്ട്. അപ്പോ അതെന്താന്ന് നോക്കുക. ചില ആൾക്കാർ പറയണത് ഭയങ്കര പ്രശ്നത്തിലാണ്, ചിലരുടെ ഒട്ടും വോളിയം ഉണ്ടാവില്ല. രണ്ടാമത്തെ പിച്ച്, ചിലരുടെ പിച്ച് പ്ലസ് നിന്റെ ഈ അമ്മായിയമ്മമാര് പറഞ്ഞ പണ്ടത്തെ കാലം നിന്റെ പെണ്ണുപിള്ളയുടെ സൗണ്ട് ഒന്നും മിണ്ടാതിരിക്കാൻ പറയണ, എന്തൊരു മനുഷ്യനെ ഇറിറ്റേറ്റ് ആക്കണ സൗണ്ടാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ച് മരുമക്കൾ പറയുമ്പോൾ അമ്മായിമാരും മിണ്ടാണ്ടിരിക്കുന്നതാണ് ഉണ്ടായിരുന്നു. പിന്നെ പേസ്, ആ സ്പീഡ് പറയണത് ഭയങ്കര സ്പീഡിൽ പറഞ്ഞവരുണ്ട്. ചിലപ്പോ തൃശ്ശൂർ പൂരത്തിന് ഈ പടക്കം തീ കൊളുത്ത പോലെ പടപടപടപടപടാന്ന് പറഞ്ഞു പോകും. എന്താ പറയണെന്നോ എങ്ങനെയാണ് പറയണെന്നോ ഒന്നൊരു ഇതുണ്ടാവും. നാലാമത്തെ കാര്യം പോസ്. ചിലര് പതുക്കെ നിർത്തി പറയും. ചിലർക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി നിർത്തുന്നത് നല്ലതാണ്. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും നിർത്തി പറഞ്ഞാൽ നമ്മുടെ അച്യുതാനന്ദ സഖാവ് പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പതുക്കെ പൊടിയും തട്ടി പതുക്കെ പോകാൻ തുടങ്ങും, അല്ലെ ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിലാണ്. പിന്നെ ഒരു മോഡുലേഷൻ, ഒരു താളാത്മകത, ഇത്രയും പറ്റും. അപ്പൊ കമ്മ്യൂണിക്കേഷന് ഇത്രയും മെയിൻ കാര്യങ്ങൾ വേണം. ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടെന്നാണ് പറയുന്നത്. എന്നെ കുറിച്ച് എൻ്റെ രീതിയിൽ എനിക്ക് അവയർനെസ് വേണം. Any doubts so far?
You have given such a lot. സമയമുണ്ടോ? ഇല്ലല്ലോ, 8:15 അല്ല, you have given such a lot എന്നാ ഞാൻ പറഞ്ഞു. ഒരുപാട് തന്നെ സാറ്. നീ ഡൗട്ട് പ്ലീസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി പാർട്ട് 2 നമുക്ക് വേറെ ദിവസം നടത്താം. തീർച്ചയായും. സാറേ ഒരു സംശയം, ആ എന്തുകൊണ്ടാണ് ഡൈനമിക്സ് ബിഹൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത്? കമ്മ്യൂണിക്കേഷൻ എന്ന് മാത്രം പറയാതെ ഡൈനാമിക്സ് ബിഹൈൻഡ് എന്ന് വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇത് ചാലക ശക്തികളാണ് ഇതെല്ലാം, അല്ലാണ്ട് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് അതായത് പറഞ്ഞത് ഇതാണ് പോളായിട്ട് അതിന്റെ ആൻസർ. അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നത് വാക്കുകൾ മാത്രമാണ്. ബാക്കി വരുന്ന ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഇത് 4 കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. അതും അത്യാവശ്യം അവയർനെസ് ഉള്ളപ്പോൾ മാത്രമേ ഈ വാക്കുകൾ പോലും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുള്ളൂ. ഇമോഷണലി ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ നമ്മളുടെ ഈ വാക്കുകൾ പോലും നിന്റെ അമ്മേടാന്നൊക്കെ പറഞ്ഞ് വരുന്നത് അപ്പോഴാണ് പുറത്തോട്ട്. ചീത്ത വാക്കുകളും തെറികളും എല്ലാം പുറത്തു വരുന്നത് ഇമോഷണലി ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോഴ. അപ്പൊ എല്ലാ കാര്യങ്ങളും അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡൈനാമിക്സ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ തിങ്കിങ്ങും ഫീലിങ്ങും പിടികിട്ടണം. ആ ഒരു സമയത്ത് നമ്മള് കുറച്ചൊന്ന് നിശബ്ദത പാലിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ ഇമോഷണലി ഹൈജാക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ നമ്മളൊരു ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതല്ലേ എപ്പോഴും നന്നാവുക, സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ. റഹാന് ചോദിച്ചത് ശരിയാണ്. ഈ മൗനം പാലിക്കണമെങ്കിൽ ഞാൻ ഇമോഷണലി ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു അവയർനെസ് വേണം. അതാണ് അത് വന്ന ക്ലീൻ ആയി. ഇപ്പൊ ഒരുപാട് സിറ്റുവേഷൻ നമുക്ക് അപ്പൊ ഒഴിവാക്കിക്കൂടെ? അങ്ങനത്തെ ഒരു ബാഡ് സിറ്റുവേഷൻ നമുക്ക് രക്ഷപ്പെടാൻ അവയർനെസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. എന്തിനാ നിങ്ങൾ ഒഴിവാക്കണത്? കള്ളു കുടിച്ച് തെറി പറയുമ്പോ അതാണ് കോൺഷ്യസും അല്ലല്ലോ. അല്ല, അത് കോൺഷ്യസ് അല്ലല്ലോ, അത് വേറെ കോൺഷ്യസും അല്ലല്ലോ. കോൺഷ്യസ് അല്ലാതെ ഇനിയിപ്പോ കള്ളു കുടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പോലീസിനെ കാണുമ്പോ തെറി പറയുന്നില്ലല്ലോ. സാറേ ഞാൻ പറഞ്ഞത് മനസ്സിലായാ? ക്ലിയർ. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ? സത്യം പറഞ്ഞാല് ഡൈനമിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോ സാറ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എന്തൊക്കെയോ പറയാനാണെന്നാ വിചാരിച്ചേ. പക്ഷെ അതിനേലൊക്കെ അപ്പുറം കുറേ ലെവലിലേക്ക് എന്തൊക്കെയോ കുറേ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സംസാരിക്കണേന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്തായാലും CA ഒന്നും പഠിക്കാതിരുന്ന എനിക്ക് CAയുടെ ഒരു ചെറിയൊരു ഐഡിയ തന്നു. അപ്പൊ ഞാൻ ഓർക്കുക, പണ്ട് CA ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും എന്റെ ഹസ്ബൻഡിനെ പേടിച്ചിട്ടായാലും പുള്ളി ദേഷ്യപ്പെടുമ്പം ഒരിക്കലും ഞാൻ നന്നായി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തമ്മിൽ കോർത്ത് വഴക്കുണ്ടാക്കിയിട്ടില്ല. എല്ലാം കഴിയുമ്പോ ശാന്തി കഴിയുമ്പോ ഞാൻ പറയാം അതെന്തിനായിരുന്നു എന്നോട് വഴക്കുണ്ടാക്കിയേ. ഈ രീതി മുന്നിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തമ്മിൽ ഗുസ്തി പിടിച്ചിട്ടില്ല എന്നുള്ളത് പറയാം. ഇത് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഒരു ഭാഗമായിരുന്നു എന്നിപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. ഓക്കെ, അത് ഇത് പറയുന്ന TL പറയുന്നത് ഇതൊക്കെ നമ്മുടെ സർവൈവൽ സ്ട്രാറ്റജി ആണെന്നാണ്. ഈ ആദ്യം ഒരു കുട്ടിയുടെ കാര്യം, ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, 20 അടി ഹൈറ്റുള്ള വീടുകൾ തേടി പോയി എന്ന് പറഞ്ഞത്. സംഭവിച്ചതെന്നും കൂടെ ഞാൻ പറയാം. അടുത്ത പ്രാവശ്യം പറയാന്ന് വെച്ചാൽ ഇപ്പൊ പറയാം. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 18 അടിയുള്ള ആൾക്കാരാ ഭാര്യയും ഭർത്താവും. ഈ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എടുത്ത് ഉമ്മ വെച്ചു, ചിരിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ തല്ലാൻ തുടങ്ങി. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് അടിക്കാൻ തുടങ്ങി, ഭക്ഷണം കൊടുക്കാണ്ടായി, അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ അതാണ് പാരന്റ്സ് ടേൺ ദം ഇൻടു ഫ്രോക്സ് എന്ന് പറഞ്ഞാൽ. അതാ ഒരു 2 അടി ഹൈറ്റുള്ള കുട്ടിയുടെ അടുത്ത് നമ്മൾ 6 അടിയുള്ള ഹൈറ്റുള്ള ആളാ. അതായത് ഇയാളുടെ അടുത്ത് 6 അടിയുള്ള ഇയാളുടെ അടുത്ത് 18 അടി 3 ഇരട്ടി വലിപ്പമുള്ള ഭീമാകാരമായ ആൾക്കാരാണ് ഇവരെ അടുത്ത് വളർത്തിയത് ഈ വെള്ളപ്പൊക്കത്തിന്റെ അന്ന്. അതേപോലെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അപ്പൊ ഈ കുട്ടികളെ ഒരു സ്ട്രാറ്റജി, സർവൈവൽ സ്ട്രാറ്റജി ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അതാണ് ചിലപ്പോൾ അവരുടെ ഇമോഷനിൽ ചിലർ ദേഷ്യക്കാര്, ചിലർ സങ്കടക്കാര്, ചിലർ പേടിക്കാരായിട്ട് മാറുന്നത്. അപ്പോ ഈ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഞാൻ പേടിച്ചിട്ടൊന്നും മിണ്ടാണ്ടാവണ ഒരു സ്ട്രാറ്റജി. അപ്പൊ അതും ക്ലിയർ ആയി.
അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പറയണ്ട. such a wonderful class, sir. ചോദിച്ചോ, ചോദിക്കാൻ ആരെങ്കിലും മുട്ടി നിൽക്കണ്ടെങ്കിൽ ചോദിക്കാം. ലൈസൻസിന്റെ പ്രശ്നമാണ്. ചോദിച്ചാ ആ തീരും. സാധനം ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വായിക്കലേ നടക്കുള്ളൂ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രിന്റ് എടുക്കാനുള്ള ആ പിന്നെ വിളിച്ചാൽ മതി സാറേ, കുഴപ്പമില്ല. ഓക്കെ, ആർക്കും ഒന്നും പറയാനില്ലേ? ഫീഡ്ബാക്ക് കൊടുക്കാം. യു ആർ ഓൾ റെഡി? ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പറയാം. ആരെങ്കിലും ഒന്ന് 2-3 പേര് പറയൂ. ഒരു Yes. സന്തോഷം. തീർച്ചയായും തുടങ്ങാം. റഹാന മൊയ്തീൻ കോയ മാം റെഡിയാണെന്ന് തോന്നുന്നു. ആ സർ, പിന്നെ ഞാൻ ഫറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഓക്കെ, ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡോക്ടർ ജയപ്രകാശ് സാറിന്റെ ഒരു സ്റ്റുഡന്റും കൂടെയാണ്. ഈ പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ്. നൗ ഐ എം ഗോയിങ് ടു റിട്ടയർ, മെയിൽ റിട്ടയർ ആവാണ്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് സർ കേൾക്കുന്നത്. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പല കോഴ്സുകളിലും പലപ്പോഴും ഇത് വരാറുണ്ട് കേട്ടോ. ഈ കോഴ്സിൽ ഞങ്ങളുടെ റിഫ്രഷർ കോഴ്സിലൊക്കെ വരാറുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ ക്ലാസ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. വളരെ സന്തോഷമായി. ഇനിയും കണ്ടെടുത്തത് എന്ന് കേട്ടു. അതിന് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഗ്രൂപ്പിലാണ് ഞാനിത് കണ്ടത്. എയ്ഡഡ് കോളേജ് ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ വന്നതായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷമായി. നോമ്പാണ്, നോമ്പ് തുറന്ന ഉടനെ ഇതിൽ കയറിയതാണ്. വളരെ സന്തോഷമായി, വളരെ ഹെൽപ്ഫുള്ളുമായി കാര്യങ്ങൾ. ഓക്കെ, മാഡത്തിനും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മറ്റന്നാള് എന്റെ ഒരു സെമിനാർ ഉണ്ട് കേട്ടോ, ഫ്രീ സെമിനാർ ഉണ്ട്. ഒരു വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ KCT2ന്റെ ലിങ്ക് അതിനകത്ത് ലിങ്ക് ഇടാം. ഓക്കെ സർ. ഗ്രൂപ്പിൽ കയറിയാൽ അയച്ചു തരാം. ഓ താങ്ക് യു സർ. ഓക്കെ സർ, താങ്ക് യു. വേറെ ആരെങ്കിലും? യെസ്, ആരും മുന്നോട്ട് വരുന്നില്ലേ? എന്താണ് പറ്റിയത്? എല്ലാവരും എന്താ പറയാ, നോമ്പ് തുറയുടെ ഇതില് പുറകെ പോയോ? കുറച്ച് പേര് ചാടി പോയിട്ടുണ്ട്. അതെ അതെ. Hello, good ലൈസ മാം evening. ഇവിടെ. യെസ്, ആരാണ്? Hello. യെസ്, evening. ലൈസ മാം. യെസ്, പറയോ. Okay. കാലിക്കറ്റ് നിന്നാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഡൂയിങ് MSc കൗൺസിലിംഗ് സൈക്കോളജി. ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഞാൻ ഫീഡ്ബാക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കണ്ടു. അവിടെ കാണുന്ന വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നല്ല, എത്ര പാർട്സ് ഉണ്ടോ അത്രയും കാണണം എന്നാണ് ആഗ്രഹം. ഇത്തരം നല്ല ക്ലാസ്സുകൾ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതില് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് വർത്തി ഓഫ് സ്പെൻഡിങ് മൈ ടൈം. വളരെ യൂസ്ഫുൾ ആയി എനിക്കിത്. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ സർ ആൻഡ് ഓൾ അതേഴ്സ് ബിഹൈൻഡ് ദിസ് ഗ്രേറ്റ് വെഞ്ചർ. വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലൈസ മാം മാഡം എന്താ ഇത് ചെയ്യുന്നേ? ഒന്നരാടം ആഴ്ചകളിൽ ഇത് ഉണ്ടാവും. അപ്പൊ ഇത് മേലിലും ഇത് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടുകൊള്ളുന്നു. ഓ ഷുവർ ഷുവർ. ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, മോസ്റ്റ് വെൽക്കം. ടീച്ചറ് മറ്റന്നാളത്തെ ലിങ്ക് ഇതിനകത്ത് ഇടും. താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. അതുകൂടാതെ ഞങ്ങളുടെ TA കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. TA ബേസിക് കോഴ്സ് ഉണ്ട്. ഒരു 12 മണിക്കൂറിന്റെ ക്ലാസ്. ഓൺലൈൻ ആണോ? ഓൺലൈൻ ആണോ? ഓൺലൈൻ ആണോ? ഓൺലൈൻ ആണ്. അതെ, ഓൺലൈൻ ആണ്. ഓക്കെ, ഞാനിപ്പം MSc കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യുന്നുണ്ട്. ആ, അപ്പം അതിന്റെ ഞങ്ങളുടെ ഒരു സെമ്മ തീരാനായിക്കൊണ്ടിരിക്കുക. കേസ് കോൺഫറൻസും മറ്റുമാണ്. ഏത് അപ്പൊ അത് കാലിക്കറ്റ്? കഴിഞ്ഞിട്ട് അല്ല സിംഗാനിയ യൂണിവേഴ്സിറ്റിയില്. ഞങ്ങളിവിടെ POCയില് നടത്തുന്നുണ്ട്. PMOCയിലാ? POC പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ ഇവിടെയാണ്, പാലാരിവട്ടം, എറണാകുളം. അവരുടെ അവിടെ ഞാൻ കോഴിക്കോടാണ്. അതിന്റെ ഫാക്കൽറ്റീസ് ആണ് ഞങ്ങള്. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ കോഴ്സ് ഇവിടെ PMOCയിലാണ് നടത്തുന്നത്. അത് തന്നെ കാലിക്കറ്റിലുള്ളത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, കുര്യൻ പുരമടമച്ചന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഇതിനകത്ത് കുറച്ചു പേരൊക്കെ നമ്മളുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. റസീൻ ഉണ്ട്, ഓക്കെ സാറുണ്ട്, അനീഷ, ഓക്കെ. കുറെ പേരുണ്ട്, റോളിൻസ്, കുറെ പേര് നമ്മുടെ കൂടെ പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. 1-2 പേർക്കും കൂടി വേണമെങ്കിൽ പറഞ്ഞു. പറയൂ.
പറഞ്ഞോളൂ. Thank you very Yes. much, sir. It was Yes. a very good session. സാറിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിന്നിട്ട് കുറച്ച് നാളായി. എൻ്റെ കൗൺസിലിംഗ് സൈക്കോളജി ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഐറ്റം ഓൺ ദ ലിസ്റ്റ് സാറിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. സോ ദിസ് വാസ് an opener session that really gave a good feeling about the subject. So thank you very much. Okay, Yes. thank you. Most welcome. Thank you. Welcome to the world of awareness. Yeah, that's true. Thank you. ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരൊന്ന് അവരെ പരിചയമുള്ളവരാരെങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു രഹാന മാം ആൻഡ് ലൈസ മാം ഇപ്പൊ സംസാരിച്ചു. പിന്നെ ഇനി ആരാ ഉള്ളേ? സൂസൻ മാം ഒക്കെ നേരത്തെ ജോയിൻ ചെയ്യുന്നവരായിട്ട് തന്നെയാ. ഈ Yes. എസ്ക്വയർ ശ്രീകാന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേറെ ആരെയും ഒത്തിരി പേര് എനിക്ക് കാണാത്തുണ്ട്. അത് സ്റ്റീഫൻ സാറിന് അറിയുന്നവരല്ലാതെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്റെ നമ്പറിൽ നമ്മൾ അല്ല. എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. എല്ലാവരും എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു സമൂഹമായിട്ട് മാറാൻ പറ്റും. Okay, ഇത് അന്നം. ഒരു ആൾക്കാർ ഇത് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇത് നമുക്കൊരു നന്ദി പ്രകാശനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ. സാറേ, പോൾ സാർ. ഇന്ന് ഇത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സ്റ്റീഫൻ സാറിന് തന്നെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇത് തുടർന്നും പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരും പങ്കാളിത്തം കൊണ്ടാണ്. അടുത്ത എപ്പിസോഡ് 100ാമത്തെ എപ്പിസോഡാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു. അന്നമ്മ മാം നമ്പർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് പറയുന്നെങ്കിൽ പറയാം. ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താൽ നന്നായിരുന്നു. ഹലോ മാം.